الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി വജ്തബാക്കും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. നിങ്ങൾ വജാഹിദു ഫില്ലാഹി, എന്താ ഈ ജാഹിദു ഫില്ല എന്ന് പറഞ്ഞാൽ? ഇന്ന് ഈ ആയത്തിന്റെ തഫ്സീറും പറഞ്ഞുതരാം. ഈ വജാഹിദു ഫില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട മുറപ്രകാരം നിങ്ങൾ സമരം ചെയ്യുന്നു. ഓക്കെ, ഈ മാർഗം എന്ന് പറഞ്ഞ വാക്ക് ഏതാണ് ഈ ആയത്തില്? ഫില്ലാഹി ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദിഹി. അത് നിങ്ങൾ അർത്ഥം വായിച്ചത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട വണ്ണം സമരം ചെയ്യുക. ഈ മാർഗത്തിൽ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അല്ലെങ്കിൽ ആ വാക്ക് ഈ ആയത്തിലേതാ? അങ്ങനെ വാക്ക് ഈ ആയത്തിലുണ്ടോ? ഇല്ല ഇല്ല, അത് മുറപ്രകാരം പ്രത്യേകമായിട്ട് മാർഗം എന്നുള്ള വാക്ക് വരുന്നില്ലല്ലോ അതില്. ജാഹിദു ഫില്ലാഹി ഇൻ ദ പാത്ത് ഓഫ് അല്ലാഹ്, ഹക്ക് ജിഹാദിഹി ഇൻ ഹിസ്. അപ്പൊ ഈ പാത്ത് എന്ന് പറഞ്ഞത് എവിടുന്ന കിട്ടിയത്? ഫില്ലാഹി എന്നുള്ളത് പാത്താക്കി മാറ്റിയിരിക്കാം തഫ്സീറില്. ആ, അവിടെ പാത്ത് വരണമെങ്കിൽ ഏത് വാക്ക് വരണം? മാർഗം എന്ന് വരണമെങ്കിൽ ഏത് വാക്ക് വരണം? സബീല് ആ, സബീല്. അപ്പൊ ജാഹിദു ഫി സബീലില്ലാന്ന് വരണം അല്ലേ? പക്ഷെ സബീൽ എന്നുള്ള വാക്ക് ഇവിടെ ഇല്ല. ആ വാക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആയത്ത് വളരെ പവർഫുൾ ആവണത്. അറിയാം നിങ്ങൾക്ക്? ഇംഫിഖൂ ഫി സബീലില്ല എന്ന് പറഞ്ഞതും ഇംഫിഖൂ ഫില്ല എന്ന് പറഞ്ഞതും നമ്മൾ വ്യത്യാസം എന്താ? യു ഗെറ്റ് വാട്ട് ഐ ആം ട്രൈയിങ് ടു സേ. ഞാൻ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത്? അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ സബീൽ എന്ന വാക്ക് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. വജാഹിദു ഫില്ല വജാഹിദു ഫീ സബീലില്ല. ഈ ഫീ സബീലില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്യേണ്ട വണ്ണം ചെയ്യുക എന്ന് വരിക. ഇവിടെ മാർഗം എന്നുള്ള പദം അള്ളാഹ് എടുത്ത് മാറ്റിയിരിക്കണ്. വജാഹിദു ഫില്ല അള്ളാഹുവിനു വേണ്ടി സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ സബീലിൽ, അതായത് നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു മാത്രമേ ഉള്ളൂ. There is no other thing. You see how powerful the ayah is. എത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള പ്രയോഗമാണ് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാ. അപ്പൊ നമ്മൾ അർത്ഥങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്തുകൊണ്ടത് പിടുത്തം കിട്ടുന്ന വെച്ചാൽ നമ്മൾ നോർമലി ഒരു ആയത്ത് കിട്ടിയിട്ട് അതിന് നമ്മൾ ട്രാൻസ്ലേഷൻ വായിക്കുമ്പോൾ ഒരു മിനിമം നമ്മൾ ഓരോ വാക്കുകൾ വെച്ചിട്ട് ബന്ധിപ്പിക്കണം. ജാഹിദ് എന്ന് പറയുമ്പോൾ ഓക്കെ, ആൻഡ് സമരം ചെയ്യുക. ഫി എന്ന് പറഞ്ഞാൽ ഇൻ, അള്ളാഹ് പറഞ്ഞ അള്ളാഹ്, ഹക്ക് പറഞ്ഞാൽ ഹക്ക ജിഹാദിഹി എന്ന് പറഞ്ഞാൽ ദ വേ ഹി ഡിസേർവ്സ് ടു ബി, അല്ലെങ്കിൽ ഏത് രൂപത്തിൽ ഞാൻ ജിഹാദ് ചെയ്താലാണ് അള്ളാഹിനോടുള്ള ബാധ്യത നിറവേറ്റാൻ പറ്റുക ആ രൂപത്തിൽ ചെയ്യുക എന്നുള്ളത്. അപ്പം നമ്മൾ വാക്ക് വെച്ചിട്ട് ഇങ്ങനെ അർത്ഥം കണക്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാണാം ഒരു സംഗതി മിസ്സിങ് ആയിരിക്കും അവിടെ. അതാണ് ഈ സബീല്. മാർഗം എന്നുള്ള സംഗതി മിസ്സിങ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് സത്യത്തിൽ നമുക്ക് അറബി പദങ്ങൾ മനസ്സിലാവുക. നമ്മളിപ്പോൾ വേർഡ് ടു വേർഡ് നമ്മൾ ട്രാൻസ്ലേഷൻ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഏകദേശം കുറേയൊക്കെ പദങ്ങളുടെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവും. ഖുർആൻ പഠിതാവ് എന്ന നിലക്ക് എന്താ സാധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഓരോ പദങ്ങൾ ഖുർആനിൽ റിപ്പീറ്റ്, ഇപ്പോൾ സബീൽ എന്ന വാക്ക് പറഞ്ഞാൽ മാർഗം എന്നുള്ളതാണ്. അത് ഖുർആനിൽ എല്ലായിടത്തും വന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാവും സബീൽ. അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ ആളുകൾ ആ പദത്തിന് അർത്ഥം വെച്ചപ്പോൾ സബീൽ എന്ന വാക്ക് വേഗം വരാൻ കാരണം. അപ്പോൾ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് എന്താവും, ഏകദേശം കിട്ടും. അപ്പോൾ അള്ളാഹുവിനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാതെ നിങ്ങൾ ജിഹാദ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഹക്ക ജിഹാദിഹി എന്ന് പറയുമ്പോഴാണ് ഏറ്റവും പ്രശ്നം. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രശ്നമില്ല. ഓക്കെ, ഈ ഹക്ക ജിഹാദിഹി എന്ന് പറയുമ്പോൾ നേരത്തെ ഇതുപോലത്തെ ഒരു സമാന്തരമായ ഒരു പ്രയോഗം നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്. ഏതൊക്കെ അറിയാന്നുള്ളത്? ഇത്തഖില്ലാഹ ഹക്ക തുഖാത്തിഹി, ഓർമ്മ? വലാ തമൂത്തുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ കാണിക്കണം. ഹക്ക തുഖാത്തിഹി, നിങ്ങൾ എങ്ങനെ തഖ്വ കാണിച്ചാലാണോ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റാൻ, അല്ലെങ്കിൽ ദ വേ ഹി ഡിസേർവ്സ്, ദ വർത്തി ഓഫ് ഹിസ് ഡിസേർവിങ്. അപ്പോൾ എത്രമാത്രം ചെയ്താലാണോ അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റാൻ പറ്റുക, അല്ലെങ്കിൽ ഹൗ ദാറ്റ് മച്ച് ഹി ഡിസേർവ്സ്, അത്ര നിങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ ദ പ്രോബ്ലം ഇസ് വി ക്യാൻ നെവർ ഡു ആസ് മച്ച് ആസ് ഹി ഡിസേർവ്സ്. പോയിന്റ് ഇടുന്നുണ്ടാ? ഇത്തഖുല്ലാഹ ഹഖ തുഖാത്തി പറഞ്ഞാൽ
നിങ്ങൾ അള്ളാഹുവിനോട് തഖ്വ ചെയ്യുക ഹക്ക തുഖാത്തിഹി. ഈ ഹക്ക തുഖാത്തിഹി അല്ലെങ്കിൽ ഹക്ക ജിഹാദിഹി, ഇവിടെ ജിഹാദുള്ള വാക്ക് മാറാൻ കാരണം അള്ളാഹു ആദ്യം ജിഹാദ് ചെയ്യാൻ പറഞ്ഞോണ്ടാ. അപ്പോൾ ജാഹിദൂഫില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ ജിഹാദ് ചെയ്യുക, ഹക്ക ജിഹാദ് ദ വേ ഹി ഡിസേർവ്സ്. അപ്പം ഞാൻ ഏത് രൂപത്തിൽ ചെയ്താലാണ് ഹി ഡിസേർവ്സ് അത് മാറുക, അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്താൻ പറ്റുക എന്നുള്ളതാണ് വിഷയം. ഓക്കെ, ദാറ്റ് വാട്ട് മേക്സ് ഹിസ് ആയ വെരി പവർഫുൾ, ആ യൂസേജിൽ. ലുക്ക് അറ്റ് ദിസ്, ഹുവ ജിതബാക്കും, ഹി ഹാസ്, എന്താ അർത്ഥം വന്നിട്ടുള്ളത്? ഈ ഇജ്തബാന്റെ അർത്ഥം എന്താ? അള്ളാഹു പറയുന്നു നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇസ്തഫ എന്ന് ഉപയോഗിച്ചിട്ടില്ല, ഇഖ്തിയാർ എന്ന് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇസ്തഫ എന്ന് ഉപയോഗിച്ചാൽ എന്താ അർത്ഥം? അത് പ്യൂർലി അള്ളാഹുവിന്റെ ചോയ്സാണ്. അള്ളാഹു, അപ്പോൾ ഐ ഹാവ് ചോസൺ യു എന്ന് അള്ളാഹ് പറയുമ്പോൾ അവിടെ ഇസ്തഫ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ, വിച്ച് മീൻസ് ഇറ്റ്സ് പ്യൂർലി എൻ്റെ വിഷാണ്, ഇറ്റ്സ് മൈ ഡിസിഷൻ. ഓക്കെ, ആരെയാണ് തിരഞ്ഞെടുക്കുക ഞാൻ തീരുമാനിക്കും എന്നർത്ഥം വരിക. പിന്നെ ഇഖ്തിയാർ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇറ്റ് മീൻസ് ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ യുവർ ഗുഡ്നെസ്. മൂസ അലൈഹി ഇസ്ലാം മറ്റേ തിരഞ്ഞെടുത്ത പോലെ. പക്ഷെ ഇവിടെ അള്ളാഹ് പറഞ്ഞത് ഹുവ ജിത്തബാക്കും എന്നുള്ളതാണ്. എന്താണ് ഈ ജിത്തബാക്കും എന്ന് പറയുമ്പോൾ? ഇഖ്തിയാറും അല്ല, ഇസ്തഫ അല്ല, ഈസേങ് സെലക്റ്റഡ് യു, എന്താണത്? അപ്പോൾ ഈ ഇജ്തബ എന്നുള്ള പദം ഉപയോഗിക്കുന്നത് when you choose something based on the ക്വാളിഫിക്കേഷൻ അനുസരിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിന് ഇജ്തബ എന്ന് പറയാം. നൽകിയ ഒരു എക്സാമ്പിൾ, ഒരു അക്കൗണ്ടൻ്റെ വാക്കൻസി ഉണ്ട്. ഓക്കെ, ഒരു കമ്പനിയിൽ 3 ആളുകളാണ് അപേക്ഷിച്ചിട്ടുള്ളത്. ഒരാള് MSc ഇൻ ഫിസിക്സ് ആണ്, ഒരാള് MCOMേറിനാണ്, വേറൊരാള് MCOMേറിനാണ്, അയാൾക്ക് CA ഉണ്ട്, അയാൾക്ക് CPA ഉണ്ട്, അയാൾക്ക് MBA ഉണ്ട്. ആരെയാണ് നമ്മളുടെ പണിക്ക് വെക്കുക? ആദ്യം വന്ന ആളെ, രണ്ടാമത്തെ ആളെ, മൂന്നാമത്തെ ആളെ? മൂന്നാമത്തെ ആളെ. എന്താ കാരണം? ഏത് തസ്തികക്ക് വേണ്ടിയാണോ സെലക്ഷൻ നടക്കുന്നത് അതിലേക്ക് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള ഒരു ക്വാളിഫൈഡ് ആള് ഈ 3-ൽ വെച്ചിട്ട് അയാളായതുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥത്തിൽ ഞാൻ ആ മൂന്നാമത്തെ ആളെ, ഇപ്പോൾ ABC എന്ന് പറയാം. A എന്ന് പറഞ്ഞ ആള് MSc ഇൻ ഫിസിക്സ് ആണ്, B എന്ന് പറഞ്ഞ ആള് MCOMേറിനാണ്, C എന്ന് പറഞ്ഞാൽ MCOM ഉണ്ട്, അയാൾക്ക് മറ്റേ ACCA ഉണ്ട്, CA ഉണ്ട്, CPA ഉണ്ട്, MBA ഉണ്ട്. അപ്പോൾ ഈ ABC എന്ന് പറഞ്ഞ ആളെ 3 എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമേ ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യമുള്ളൂ. ഏത് ആളാണെങ്കിലും കൊടുക്കുന്ന പാക്കേജ് ഇയാൾ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് പോവുള്ളൂ. കാരണം അപ്പോൾ ഓപ്ഷൻ സിയിലേക്ക് പോവുള്ളൂ. കാരണം നമ്മൾക്ക് വേണ്ട മറ്റ് തസ്തികകൾക്ക് വേണ്ട ഏറ്റവും നല്ല ക്വാളിഫിക്കേഷനുള്ള ആള് C എന്ന് മൂന്നാമത്തെ ആളാണ്. ഇനി നമ്മൾ കൊടുക്കുന്ന പാക്കേജ് അയാൾ എടുക്കാൻ തയ്യാറാണെങ്കിൽ വി വിൽ അപ്പോയിന്റ് ഹിം. ഇപ്പം ഞാനാണ് ഇൻ്റർവ്യൂ നടത്തുന്ന ആളെന്ന് വെച്ചോളി. ഓക്കെ, അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ ഈ ഡിസിഷൻ എടുക്കുന്നതിൻ്റെ അല്ലെങ്കിൽ 3 ആൾക്കാർ, ഞങ്ങൾ 3 പേര് കൂടിയിട്ടാണ് ഒരു ആൾ തീരുമാനിക്കുന്നത്. ഇൻ്റർവ്യൂ നടന്നു കഴിഞ്ഞ് ഇനി പ്രഖ്യാപിക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ ആരെയാണ് എടുത്തിരിക്കുന്നത് എന്ന് 3 ആളോട് പറയണം. ഒരാളെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഏകദേശം തീരുമാനിച്ചിരിക്കുന്നത് എന്ത്? C, മൂന്നാമത്തെ ആളെടുത്താൽ മതി, കാരണം അയാൾക്കാണെങ്കിലുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പാക്കേജും അയാൾക്ക് ഓക്കെയാണ്, അയാൾ പണിയെടുക്കാൻ തയ്യാറാണ്. ആ സമയത്താണ് എൻ്റെ ഏറ്റവും അടുത്തുള്ള എൻ്റെ ഉമ്മ അല്ലെങ്കിൽ എൻ്റെ പെങ്ങള അല്ലെങ്കിൽ എൻ്റെ വല്യപ്പ അല്ലെങ്കിൽ എൻ്റെ വല്യമ്മ ഫോണ് വരുന്നത്. ഡാ, എൻ്റെ ഓഫീസിലേക്ക് ഒരു ജോലിക്ക് വിളിച്ചില്ലേ, അതിൽ ഒരുത്തം വന്നിണ്ടാ, നീ എന്തായാലും ഓനക്ക് ജോലി കൊടുക്കട്ടെ, അവൻ്റെ കുടുംബം ഭയങ്കര പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നോക്കി നോക്കുമ്പോൾ ഈ പറഞ്ഞ MSc ഫിസിക്സുകാരനെ കുറിച്ചാണ് ഈ പറഞ്ഞത്, അതായത് Aനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു റെക്കമെൻഡേഷൻ വന്ന സ്ഥിതിക്ക് നോ എന്ന് പറയാനും പറ്റൂല. ഓക്കെ, അപ്പം ഞാൻ എന്താ ചെയ്യുക? ഫസ്റ്റ് ആൾക്ക് ജോലി കൊടുക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടായത്? ഇപ്പോൾ ഇജ്തബാക്കുവാണോ? അല്ല,
അല്ല. അടുപ്പം കൊണ്ടു. ആദ്യത്തേത് ഇജ്തബ ആയിരുന്നു പ്ലസ് ഇസ്തഫ ആയിരുന്നു. മറ്റ് വാസ് മൈ വിഷ്. ഇപ്പൊ ആ രണ്ടവസ്ഥയിൽ നിന്നും മാറി. ഇപ്പൊ ഇസ്തഫി അല്ല, ഇസ്തിബി അല്ല, അല്ലേ? കാരണം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് വന്ന്. അപ്പൊ നിങ്ങൾക്ക് വേഷം കിട്ടിയ ഇനി അതല്ല, ഈ മൂന്നാള് വെച്ചിട്ട് നമ്മളൊരു ഇന്റർവ്യൂ നടത്തി. സംഭവം ശരിയാണ്, സിക്ക് നല്ല ക്വാളിഫിക്കേഷൻ, പക്ഷെ ഒരുമാതിരി മരടൻ സ്വഭാവമാണ്. അയാൾ വർത്താനം പറഞ്ഞാൽ അയാൾക്ക് ഭ്രാന്ത് തോന്നും. എന്തു പറയുമ്പോഴും ഇന്റർവ്യൂ തന്നെ ഒരുമാതിരി ഭയങ്കര അഹങ്കാരത്തോടുള്ള സംസാരമൊക്കെ അയാൾ ഭയങ്കര ക്വാളിഫൈഡ് എന്നുള്ളൊരു ഭാവമൊക്കെ അയാൾക്കുണ്ട്. ഇത് നമ്മുടെ കമ്പനിയിൽ ഒത്തുപോകില്ല എന്ന് നമുക്ക് തോന്നുക. ആ സമയത്ത് ആദ്യത്തോനാണെങ്കിൽ ഒരു പച്ച പാവം സംഭവം, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പക്ഷേ ആള് സ്മാർട്ടാണ്, മിടുക്കനാണ്. കുറച്ചൊക്കെ ഒന്ന് നമ്മൾ ട്രെയിനിങ് കൊടുത്താലേ ചിലപ്പോൾ നന്നായിട്ട് നമ്മളുടെ ആവശ്യത്തിനുള്ളതൊക്കെ. അക്കൗണ്ടൻ്റ് ആണല്ലോ, ചീഫ് അക്കൗണ്ടൻ്റ് മാനേജർ ഒന്നല്ലോ. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലെവലൊക്കെ ചിലപ്പോൾ ആയി വരും എന്നൊരു ധാരണ എനിക്ക് വരുമ്പോൾ, എന്നിട്ട് ഞാൻ അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ എന്ത് തിരഞ്ഞെടുപ്പാ? ബേസ്ഡ് ഓൺ വാട്ട്? ഉള്ളതിൽ നല്ലതാണ്. ഉണ്ടാവുന്നത് അപ്പൊ എന്തായി? നന്മ. അപ്പൊ അത് അത് ഇഖ്തിയാറായി. ഇഖ്തിയാറായി. ആ, അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മൂന്നിന് വ്യത്യാസം മനസ്സിലായില്ലേ? ഇസ്തഫ എന്താണ്, ഇഖ്തിയാർ എന്താണ്, ഇജ്തബ എന്താന്ന് മനസ്സിലായ? മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇതാണ് ഈ മൂന്ന് പദങ്ങൾ ഖുർആന് ഉപയോഗിച്ചത് കേട്ടാ. ഇനി രസതല്ല, നമുക്ക് ഈ ആയത്തിനെ പറ്റുന്ന സ്ക്രൂട്ടനൈസ് നോക്കുക. ഇനി ആദ്യം തന്നെ ഈ ആയത്തിൽ എന്താ പറഞ്ഞറിയോ? ഓ ജാഹിദു എന്നുള്ളതാണ്. ഇവിടെ ജാഹിദു എന്നുള്ളതാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, അല്ലേ? സെലക്ഷൻ വരുന്നത് സെക്കൻഡ് ഭാഗ ഹോജ് തബാക്കും. സെലക്ഷൻ വരുന്നത് അവിടെയാണ്. അപ്പോൾ ഈവൻ ബിഫോർ മേക്കിംഗ് ദ സെലക്ഷൻ, അതായത് ഇപ്പോൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മറ്റേ എന്താണ് ഇന്റർവ്യൂ പോലും നടത്താതെ ഒരാളെ വിളിച്ചുകൊണ്ട് നേരെ, ഈ മൂന്നാൾ വന്നതിൽ നിന്ന് ഒരാളെ വിളിച്ചുകൊണ്ട് നേരെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് കസേര കാണിച്ചു ഇരുത്തിയിട്ട് പറയാണ്, ഓക്കെ നീ പണി തുടങ്ങിക്കോ, യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇന്റർവ്യൂ പോലും നടന്നിട്ടില്ല. അയാളുമായിട്ട് ഒരു കൂടിക്കാഴ്ച പോലില്ല. ഐ ജസ്റ്റ് പ്ലെയിൻലി പിക്ട് എ പേഴ്സൺ, അവിടെ കൊണ്ടുവച്ച് പോയി പണി തുടങ്ങിക്കോ പറയാം. അപ്പം അയാൾ പറയാം, ഹേയ് ഞാൻ ഈ പണിക്ക് നിങ്ങളെന്നെ ചെക്ക് ചെയ്തില്ല. അപ്പം ഞാൻ പറയാം, ഇറ്റ്സ് ഓക്കെ, എനിക്കറിയാം നീ ഈ പണിക്ക് ക്വാളിഫൈഡ് ആണ്, നീ പണി തുടങ്ങിക്കോ. അപ്പോൾ അയാൾക്ക് സംശയം, ഞാനിപ്പോൾ എന്താ ഇവിടെ ചെയ്യേണ്ടത്, ഇത് എങ്ങനെയെന്ന് അപ്പോൾ ഇത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്നോ അയാൾക്കൊരു പിടുത്തമില്ല. കാരണം ഇന്റർവ്യൂവിന് വന്ന് ഇരുന്നപ്പോഴേക്കും പിടിച്ച് ജോലി കൊടുക്കുക, എന്നിട്ട് സീറ്റ് കൊണ്ട് കാണിച്ചു കൊടുത്ത് കമ്പ്യൂട്ടർ ഓണാക്കി വെച്ചു കൊടുത്ത്. അപ്പോൾ ഇയാൾക്കാകെ ബേജാറായി. അപ്പോൾ ഇയാൾ പറയാണ്, അല്ല ഞാനിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്, നിങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇന്റർവ്യൂ നടന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം, എനിക്കറിയാം, ഞാൻ കുറേ കാലമായി ഈ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് ഒരാളെ കണ്ടാൽ അറിയാം ഇയാൾ ഈ പണിക്ക് പറ്റുമല്ലോ എന്നുള്ളത്, അതുകൊണ്ട് നീ പണി തുടങ്ങിക്കോ. അപ്പോൾ അയാളുടെ കുറേ എന്താണ് മറ്റേ ഇൻഎക്സ്പീരിയൻസ് പറയാണ്. ഇപ്പോൾ MSc പറഞ്ഞ ആളാണെങ്കിൽ ആൾക്ക് ഞാൻ അങ്ങനെ അക്കൗണ്ട്സിൽ വർക്ക് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ പറയും, അമ്മ ജാലലേക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദിസ് ജോബ്. നീ വിചാരിച്ച പോലെ ഈ പണി അത്ര പ്രശ്നമുള്ള പണിയല്ല. ഓക്കെ, ഇതേപോലെയാണ് ഇപ്പോൾ അള്ള നമ്മോട് പറഞ്ഞത്. ആദ്യം തന്നെ അള്ള നമ്മളോട് പറയാണ്, നിങ്ങൾ പണി തുടങ്ങിക്കോ. ആ പണി എന്താ? അപ്പോൾ ജാഹിദു ഫില്ല, അതും ജാഹിദു ഫി സബീലല്ലേ പോലുമില്ല, അപ്പോൾ ജാഹിദു ഫില്ലാണ് അള്ള പറഞ്ഞത്. അത് ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹക്ക ജിഹാദിഹി എന്നുണ്ട്. സോ സ്റ്റാർട്ട് ദ ജോബ്, പണി തുടങ്ങിക്കോ. എന്നിട്ടാണ് അള്ളാഹ് പറഞ്ഞത് ഹുവജ് തബാക്കും, അള്ളാഹു നിന്നെ തെരഞ്ഞെടുത്തിട്ടാണ്. സാധാരണ തെരഞ്ഞെടുത്തിട്ടാണ് പണി കൊടുക്കുക, ഇത് പണി കൊടുത്തിട്ടാണ് തെരഞ്ഞെടുക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? യു ഗെറ്റ് ഇറ്റ്? ആയത്തിൻ്റെ ഇത് മനസ്സിലാകുന്നില്ല. എന്നിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ ബേജാറൊന്നും വേണ്ട. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ജാഹിദു ഫില്ലാഹി ഹക്ക ജിഹാദ് കേൾക്കുമ്പോൾ നിങ്ങൾ ആകെ വിഷമിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് കൂട്ടിയാൽ പറ്റുമോ, ഇത് ഞാൻ എങ്ങനെ ഇത് ചെയ്യാൻ പോണത്, അത്രമാത്രം എനിക്ക് ചെയ്യാൻ പറ്റുമോ ഈ കാര്യങ്ങൾ, ഹക്ക ജിഹാദിയാണ്. അപ്പോൾ അള്ളാഹ് പറയണം, അമ്മാ ജാലലേക്കും ഫിദ്ദീനി മിൻ ഹറജ്, ദീനിൽ ഒരു തരത്തിലുള്ള ക്ലേശവും ഞാൻ വെച്ചിട്ടില്ല. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദിസ് ദീൻ, മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ആ ബാക്കിയുള്ള അർത്ഥം, ബാക്കിയുള്ള ഭാഗം, നിങ്ങളുടെ മാർഗം എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ എക്സാമ്പിൾ, നിങ്ങൾ എങ്ങനെയാണ് ജിഹാദ് ചെയ്യേണ്ടത്
ആ ജിഹാദ് ചെയ്യേണ്ട എക്സാമ്പിൾ ആരെ കുറിച്ചാണ് പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ ദീനിൽ ഒരു തരത്തിലുള്ള ക്ലേശങ്ങളും ഇല്ല. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദിസ് ദീൻ. അപ്പോൾ നിങ്ങൾ ജിഹാദ് ചെയ്യാതിരിക്കണ്ട, അല്ല പറയാം. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരികയാണ്. നിങ്ങൾ ആരെ പോലെയാണ് ചെയ്യേണ്ടതെന്ന് അറിയോ? ദാ ഈ ആളെ പോലെ. ആരാണത്? മില്ലത്ത് അബീക്കും ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗത്തിലാണ്. നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗവും ഈ ദീനിൽ ഒരു തരത്തിലുള്ള പ്രയാസം ഇല്ല എന്ന് പറയുമ്പോൾ ഡസ് ഇറ്റ് മാച്ച്? അത് യോജിക്കുന്നുണ്ട് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഒമാ ജാലിക്കും ഫിദ്ദീനി മിൻ ഹറജ് എന്ന് പറഞ്ഞാൽ ദീനിൽ ഒരു തരത്തിലുള്ള ക്ലേശവുമില്ല. ദർ ഇസ് നോ ഡിഫിക്കൽട്ടി ഇൻ ദിസ് ദീൻ. അപ്പം അതുകൊണ്ട് ഈ ദീനിന് പ്രയാസമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യാതിരിക്കണ്ട? സമരം ചെയ്യാതിരിക്കണ്ട. ഓക്കെ, എന്തുകൊണ്ട് പ്രയാസമില്ല എന്ന് പറഞ്ഞത് അല്ല പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്. ലുക്ക് അറ്റ് ഇബ്രാഹിം. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാർഗ്ഗമാണ് നിങ്ങളുടെ മാർഗം. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എങ്ങനെയാണോ ജിഹാദ് ചെയ്തത് അതുപോലെ ചെയ്യുക നിങ്ങൾ എന്ന് പറഞ്ഞൊരു എക്സാമ്പിൾ തരിക. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ എക്സാമ്പിളായി കാണിക്കുമ്പോൾ അതും നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യാൻ യാതൊരു പ്രയാസമില്ല എന്ന് പറയുമ്പോൾ ഡസ് ഇറ്റ് മാച്ച്? അതാണ് ചോദ്യം. ഡസ് ഇറ്റ് മാച്ച്? എവിടെ മാച്ച് അല്ല. അപ്പം എന്താ ചെയ്യുക? എന്തുകൊണ്ട് മാച്ച് അല്ല? ഇനി നമുക്ക് ഒന്ന് ഡൈസെക്ട് ചെയ്യാം. വൈ ഡസൻ ഇറ്റ് മാച്ച്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ദീനിൽ എന്ത് ക്ലേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചുകൊടുത്തുള്ളത്? മൊത്തം ക്ലേശം. പ്രയാസം. മക്കള് കേക്കട്ടെ. കുറെ കാലം മക്കളില്ലായിരുന്നു. കുറെ കാലം മക്കളുണ്ടായിരുന്നല്ല. ഓക്കെ, എന്നിട്ടോ? പിതാവിനെ തന്നെ ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്താക്കി. പുറത്താക്കി. ഓക്കെ, എന്നിട്ടോ? ചുറ്റും ഐഡൽസിനെ വർഷിപ്പ് ചെയ്യുന്നത്. ആ നമ്രൂദ് വാപ്പ വീട്ടിൽ നിന്ന് പുറത്താക്കി. പിന്നെ നമ്രൂദ് തീയിലേക്ക് എറിഞ്ഞു. പക്ഷെ എന്നുള്ള തീയിലേക്ക് എറിയപ്പെട്ടു. പിന്നെ മകനെയും ഭാര്യയും മകനെയും ഭാര്യയും കൊണ്ടുപോയിട്ട് ഒരു മരുഭൂമിയുടെ വിജനമായ സ്ഥലത്ത് ഒരു മനുഷ്യല്ലാത്തടത്ത് കൊണ്ട് ഇറക്കി പോകേണ്ടി വന്നു. ഇവൻ ഓക്കെ, പ്രബോധനം പിന്നെ ചെയ്തിട്ടും അധികം ആൾക്കാരൊന്നും സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. മകനെ സാക്രിഫൈസ് ചെയ്യേണ്ട സ്റ്റേജ് ഉണ്ടോ? ഒരുപാട് സാക്രിഫൈസുകൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്യേണ്ടി വന്നു. Now the പിന്നെ question കുറെ is, യാത്രകൾ ചെയ്തു. കുറെ നാടുകളിലേക്ക് നാട്ടിലേക്ക് പോകേണ്ടി വന്നു. യാത്ര എങ്ങനെ ചെയ്യേണ്ടി പോയത്? വന്നു. ആ നാട്ടിലേക്ക് പോയത് എങ്ങനെ? നടന്നിട്ടും കാൽനടയായിട്ടും ഒട്ടകത്തിന് മേലായിരിക്കും. ഓക്കെ, അത് നമുക്ക് നിങ്ങൾ ഈ പറഞ്ഞ പോയിന്റൊക്കെ നമുക്ക് ഓരോന്നെടുത്ത് നോക്കാം. ഒന്ന്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇത് വലിയ ടോപ്പിക്കാട്ടാ. നമ്മൾ കുറച്ച് നമ്മളുടെ വിഷയത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകും. നിങ്ങൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് പറഞ്ഞു തരാണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു ഹീറോ ഫിഗറാണ് ഖുർആനിൽ. ആ ഫിഗറിനെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും പഠിക്കണം. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനുള്ള സമീപനം പോലത്തെ ഒരു സമീപനം ആവില്ല പിന്നെ ഉണ്ടാവുക. വൺസ് യു ഹിയർ മീ സ്പീക്ക് ഔട്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ന് പറഞ്ഞത് ഹീസ് എ മാൻ, ഒരു വൺ കൈൻഡ് ഓഫ് എ പേഴ്സണാണ്. അതുകൊണ്ട് വെറുതെ അല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? മില്ലത്ത് അബീക്കും ഇബ്രാഹിം. റസൂലിനോട് പറഞ്ഞത്, പ്രവാചകരെ താങ്കളുടെ പാത, താങ്കളുടെ മാതൃക എന്ന് പറഞ്ഞത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പാതയാണ്. ഞാൻ അത് കാണിച്ചിട്ട് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നോമ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു എക്സ്ട്രാ ബോണസ് നിലക്ക് നമ്മുടെ സിലബസിൻ്റെ പുറത്താണെങ്കിൽ കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരുപാട് പ്രവാചകന്മാർ നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ എന്നെ വല്ലാതെ സ്വാധീനിച്ച ഒരു ക്യാരക്ടറാണ് ഇബ്രാഹിം അലൈഹി സ്വലാം. നോട്ട് ബിക്കോസ് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെട്ട എല്ലാ പരീക്ഷണങ്ങളും അദ്ദേഹം വിജയിച്ചു. നോട്ട് ബിക്കോസ് ഓഫ് ദാറ്റ്. അത് മാത്രമല്ല, ദ റീസൺ വൈ ഈസ് കോൾഡ് പിതാവ്. പിതാവ് എന്ന രണ്ടർത്ഥത്തിൽ വിളിക്കപ്പെടുന്നുണ്ട്. ഖുർആന് രണ്ട് പിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. അറിയോ? രണ്ട് പിതാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ്? ഒന്ന് ആദം അലൈഹി ഇസ്ലാം, രണ്ടാമത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ആദം അലൈഹി ഇസ്ലാം നമ്മുടെ പിതാവാണ്. ഏതർത്ഥത്തില്? ബയോളജിക്കൽ പാരന്റ്. കാരണം ഇഫ് യു ഗോ ബാക്ക് വിത്ത് അവർ ജീൻ, അവസാനം പോയി എടുക്കുകയാണ് ആദം അലൈഹി ഇസ്ലാം എടുക്കാം. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഏതർത്ഥത്തിലാണ് നമ്മുടെ പിതാവ്? ഹീസ് അവർ ഫാദർ ഇൻ ടേംസ് ഓഫ് നമ്മളെ ഈമാന്റെ വിഷയത്തിൽ. ഓക്കെ, ഇനി
ഇസ്ലാം എന്ന പദം ഏറ്റവും കൂടുതൽ ചേർക്കപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു പ്രവാചകൻ ആരാന്ന് അറിയാം നിങ്ങൾക്ക്? ഇസ്ലാം എന്ന പദം ഏറ്റവും കൂടുതൽ ചേർക്കപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ആയത്തുകളൊക്കെ ഉണ്ട്, ഞാൻ ആയത്തൊന്നും ഓതിട്ട് പോണില്ല. ഇന്ന് വേണമെങ്കിൽ കുറച്ച് ഡീവേറ്റ് ചെയ്ത് കുറച്ച് കാര്യം പറയാം. ആ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മാതൃക അല്ലെങ്കിൽ മാർഗം പിൻപറ്റാനാണ് റസൂലുള്ളാഹ് അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചത്. കമ്മിങ് ബാക്ക് ടു ദിസ് ആയ, ഈ ആയത്തിൽ അള്ളാഹ് പറയാണ് നിങ്ങളുടെ മാർഗം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന. ആ ആയത്തിൽ നോക്കിയിട്ട് നിങ്ങൾ 78-ാമത്തെ ആയത്ത്, ഞാൻ ഐ ഡോണ്ട് നോ ഇഫ് ഐ ആം കോട്ടിങ് റൈറ്റ്, ഞാൻ മനസ്സിലെടുത്ത് പറയാണ്, ഞാൻ എൻ്റെ മുമ്പിൽ ആയത്തില്ല. 78-ാമത്തെ ആയത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞത്, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീന, നിങ്ങൾക്ക് മുസ്ലിം എന്നുള്ള പേരിട്ടത് അവനാകുന്നു. അത് രണ്ടഭിപ്രായം മുഫസ്സിറുകൾക്കുണ്ട്. ഒരു അഭിപ്രായം ഇസ് ദാറ്റ് നമുക്ക് മുസ്ലിം എന്ന പേരിട്ടത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ആണെന്നുണ്ട്. ഈ ഹുവ എന്നുള്ളതിൽ അപ്പോൾ ഇബ്രാഹിമിലേക്ക് മടക്കപ്പെടാം. രണ്ടാമത്തത് വേണമെങ്കിൽ അള്ളാഹുലേക്ക് മടക്കപ്പെടാം. സോ ഇറ്റ് ക്യാൻ ഈദർ മീൻ അള്ളാഹ് ഹാസ് നെയിംഡ് യു ഓർ ഇറ്റ് ക്യാൻ ബി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഹാസ് നെയിംഡ് യു, വാട്ട് എവർ ദ കേസ് മേ ബി. അപ്പോൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടാ? ഇല്ല. എന്നിട്ടും അള്ളാഹ് പറയാണ് ഇത് എളുപ്പമുള്ള മാർഗമാണെന്ന്. ആര് ചൂണ്ടിക്കൊണ്ടാ പറഞ്ഞത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമെ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ദിസ് ഇസ് യുവർ ഈസി വേ ഔട്ട്. പക്ഷേ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വെച്ച് പഠിച്ചു നോക്കുമ്പോൾ ഒന്നും ഈസി അല്ല. പക്ഷെ നമ്മളോടല്ല പറയാണ് നിങ്ങൾക്ക് ഈ ദീനിൽ യാതൊരു ക്ലേശം. അത് പറഞ്ഞാരോട് അറിയും? നമ്മളോടാ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമോടല്ല. ഈ ആയത്ത് പറഞ്ഞ നമ്മളോടാ, നമ്മളോട് ഹീസ് ആസ്കിങ് us to do that. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് ഒത്തുപോവുക? ഒന്നാമത്തേത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാം തൻ്റെ പിതാവിന് എതിരെ നിന്ന പോലെ നമുക്ക് നമ്മുടെ വാപ്പാടും ഉമ്മാടും എതിരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടില്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമോട് കുഞ്ഞിനെ കൊണ്ട് ഇറക്കാൻ പറഞ്ഞ പോലെ നിങ്ങളോടും എന്നോടും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ കൊണ്ട് ഇറക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമുക്ക് നാട് വിട്ടു പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളെ പിടിച്ച് ആരെങ്കിലും കൊണ്ടിട്ട് തീ കൊണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലേശമാണത്? പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ മതം ക്ലേശമാകുന്നത്? ഇസ്ലാമിന് വേണ്ടിയിട്ട് ഒരു മുട്ടുസൂചി പോലും കുത്തിയിട്ട് ഒരു തുള്ളി രക്തം നമുക്ക് വരേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഉണ്ടാ? ഇല്ല. അതല്ല പറഞ്ഞു നിങ്ങൾക്കൊരു ക്ലേശമില്ല. എന്നിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മാർഗത്തിൽ കൂടെ പോയിക്കൂടാ? വൈ കാണ്ട് യു ട്രാവൽ? ഇനി അഥവാ ഞാൻ അങ്ങനെ വന്നാൽ തന്നെ ഓക്കെ, നമ്മൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് മക്കൾ കുറെ ആളുണ്ടായില്ല, ശരിയാണ്. പക്ഷെ മക്കൾ കൊടുത്തപ്പോഴോ? അല്ല ഇവഞ്ച്വലി കൊടുത്തപ്പോഴോ ഏറ്റവും നല്ല മക്കളെ കൊടുത്തു, അല്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം കൊടുത്തത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ആൻഡ് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം. ഏറ്റവും നല്ല മക്കള്, ഏറ്റവും നല്ല തലമുറ കൊടുത്തത് എന്താണ് മറ്റേ യാക്കൂബോ ഇസ്ഹാക്കോ അങ്ങോട്ട് ആയത്താണ് പോകുന്നില്ലേ? ഞാൻ അതൊന്നും ഇവിടെ എടുക്കട്ടെ കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ, ആ ഭാഗം എടുത്ത് ഞങ്ങൾക്ക് വേറെ കുറച്ച് കാര്യം പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ വെള്ളിയാഴ്ചത്തെ ക്ലാസ് വേറൊരു വൈബായിക്കോട്ടെ. നമ്മളിങ്ങനെ വളരെ ലാഘവത്തോടെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു പോവാറ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ടെൽ യു, ഇബ്രാഹിം അലൈഹി ഇസ്ലാമും നമ്മളുടെ 5 ഇസ്ലാം കാര്യങ്ങളുമായിട്ട് നേർക്ക് നേരെ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതറിയാം നമുക്ക് ഇങ്ങനെ? ഏതൊക്കെ ഇസ്ലാം കാര്യങ്ങള്? ഒന്നാമത്തെ കമാണിയാർ, ഒന്നാമത്തെ ഷഹാദത്ത്. ഷഹാദത്തിന്റെ വിഷയത്തിൽ എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയാണ് അസ്തമിക്കുന്ന ചന്ദ്രൻ എന്റെ ഇതാവൂല, ഓക്കെ, എന്റെ റബ്ബാവൂല. അതായത് ശക്തമായ നിലപാടിന്റെ ഒരു ഉദാഹരണം ഖുർആനുള്ളത്, وَبَدَا بَيْنَنَا وَبَيْنَكُمُ الْعَدَاوَةُ وَالْبَغْضَاءُ أَبَدًا حَتَّى تُؤْمِنُوا بِاللَّهِ وَحْدَهُ. ഞാനും നിങ്ങളും തമ്മിൽ എന്നേക്കും ശത്രുതയിലാണ്. ഏതുവരെ? ഏതുവരെ? ഹത്താ തുഅ്മിനൂ ബില്ലാഹി വഹദ. നിങ്ങൾ ഏകനായ അള്ളാഹുൽ എന്ന് വിശ്വസിക്കുന്നോ അന്ന് മാത്രമാണ് നിങ്ങളുമായിട്ട് ഞാൻ ചങ്ങാത്തുള്ളൂ. അതുവരെ നമ്മൾ തമ്മിൽ എന്താ? യാതൊരു തരത്തിലുള്ള ഇടപാടില്ല. ആരോടാ പറഞ്ഞത്? സ്വന്തം സമൂഹത്തോട് പറഞ്ഞാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ നാട്ടിൽ പോയിട്ടേ നിങ്ങൾ മറ്റേ മാർക്കറ്റിൽ പോയിട്ടാണ് പ്രഖ്യാപിക്കുക നാട്ടുകാരായിട്ട് ഞാൻ അങ്ങായിട്ട് ഒരു ഇടപാടില്ല എന്ന്. ആ സ്ഥലം എങ്ങനെ ആലോചിക്കുക നിങ്ങൾ?
ആ രൂപത്തിലാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറഞ്ഞത്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സ്വന്തം പിതാവടക്കം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് എറിയുന്ന വിഷയത്തിൽ കൂട്ടുന്നുള്ളതാണ്. അപ്പൊ അപ്പൊ മനസ്സിലാക്കേണ്ടത് ആ എനിമിറ്റി, ആ ശത്രുത എത്രമാത്രം ഉണ്ടായിരുന്നു. സ്വന്തം പിതാവടക്കം ആ നാട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ തീയിലേക്ക് ഇടാനുള്ള സംവിധാനം ചെയ്തു എന്നുള്ളതാണ്. മനസ്സിലാകുന്നുണ്ട? ഇനി ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഒരു മനോഹരമായ ഒരു സംഗതി കൂടി ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ കൂടത്തിൽ കൂടെ ഈ തീയിലേക്ക് വരുന്ന സമയത്ത് ഈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രത്തിൽ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറഞ്ഞ വർത്താനുണ്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇങ്ങനെ ബേജാറായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വളരെ കൂളാവും ഇവര്. ഓക്കെ, അതായത് അടുത്ത നിമിഷം ഇബ്രാഹിം അലൈഹി സ്വലാം തീയിലേക്ക് എറിയപ്പെടുക. ഈ എറിയപ്പെടാതെ പറഞ്ഞ കാരണം എന്താ അറിയോ? ഹീസ് ബീങ് ത്രോൺ, ലിറ്ററലി ത്രോൺ. എന്താ കാരണം അറിയോ? നിങ്ങൾ ആ തീനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചു നിങ്ങൾ എപ്പോഴെങ്കിലും? നമ്മൾ വിചാരിക്കണ പോലെ അടുപ്പിച്ച് അല്ലെങ്കിൽ വല്ല ശവം കത്തിക്കാൻ വേണ്ടി തീ കത്തിക്കണ പോലത്തെ തീരക്കുള്ള ഇബ്രാഹിം അലൈഹി സ്വലാം കൊണ്ടിട്ടുള്ളത്. ദിവസങ്ങളോളം ആ നാട്ടുകാർ തീ കത്തിക്കാനുള്ള വിറക് ശേഖരിച്ചു എന്നാ പറഞ്ഞത്. ദിവസങ്ങളോളം. എന്നിട്ട് ആ തീ ആളിക്കത്തുന്ന സമയത്ത് ആ തീയുടെ അടുത്തേക്ക് ഒരു മനുഷ്യനിക്ക് പോകാൻ പറ്റില്ല, അത്രയും ആളി കത്തുക. എന്നിട്ട് ദൂരയിൽ നിന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കാറ്റപ്പിൾ ചെയ്തുകൊണ്ടാണ് എറിയപ്പെടുന്നത്. ദാറ്റ്സ് ഹൗ ഈസ് ബീൻ ത്രോൺ ഇൻ. നമ്മൾ വിചാരിച്ച പോലെ കൊണ്ടുപോയിട്ട് കൊണ്ട് ഉന്തിയിടല്ല, വലിച്ച് എറിയാണ്. പണ്ട് കല്ലൊക്കെ യുദ്ധത്തിൽ കല്ലെറിയുന്നില്ലേ, ആ രൂപത്തിൽ. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ അവസ്ഥ കണ്ടുകൊണ്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം സ്വന്തം ഇഷ്ടപ്രകാരം ചോദിക്കുന്നുണ്ട്, ഇബ്രാഹിമേ ഒന്ന് അള്ളാഹുടെ ദുആ ചെയ്തോടെ ചോദിക്കുക, ടു ഗെറ്റ് യു ഔട്ട് ഓഫ് ദിസ് മെസ്. അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിക്കുകയാണ് ജിബ്രീലിനോട്, ജിബ്രീലെ ഈ പറഞ്ഞ അഭിപ്രായം ഉണ്ടല്ലോ, അത് നിന്റെ അഭിപ്രായമാണോ അതോ അള്ളാഹു സുബ്ഹാനഹു തആല എന്നോട് ആവശ്യപ്പെട്ടതാണോ? അത് വഹിയാണോ അതോ അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിന്റെ അഭിപ്രായമാണോ എന്നുള്ളത്. അപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയണല്ലോ അത് നിന്റെ അഭിപ്രായമാണെന്ന് പറയും. അപ്പൊ അതിന് കൊടുക്കുന്ന മറുപടി എന്താ പറയുക? നിങ്ങൾക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം എത്രത്തോളം അള്ളാഹുമായിട്ടുള്ള തവക്കുൽ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു വല്ലാത്തൊരു സംഗതിയാണത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം ജിബ്രീലിനോട് പറയാണ്, ജിബ്രീലെ എൻ്റെ അവസ്ഥ എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ നാഥൻ അറിയാം. ആലോചിച്ച് നോക്കുക. അതൊക്കെ നമ്മൾക്കൊക്കെ ജീവിതത്തിൽ വല്ല പ്രയാസകരമായ ഘട്ടം വരുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന സംഗതിയാണ്. എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനറിയാം. അപ്പം നമ്മളുടെ തവക്കലിൻ്റെ ആ ഒരു സംഗതി ഉണ്ടല്ലോ, എന്താ പറയുക, ഒരു ഉറപ്പ്, അത് നമ്മളെ ഈമാനുവിൻ്റെ ഉറപ്പായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ നല്ല വിഷമം വരുമ്പോൾ അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ബേജാറൊക്കെ ആയിരിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കൽ പോലും അള്ളാഹുവോട്, പടച്ചോനെ എൻ്റെ അവസ്ഥ എന്നേക്കാൾ നന്നായിട്ട് അറിയുന്നത് നിനക്കാട്ടാ, അതിന് ഉചിതമായ ഒരു 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 ആശ്വാസം നീ എനിക്ക് തരണമേ എന്ന് അക്ഷരാർത്ഥത്തിൽ അതുപോലെ നമുക്ക് അള്ളാഹുവിനോട് തേടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളുടെ ഈമാനല്ലടോ. ഇബ്രാഹിം അലൈഹി ഇസ്ലാം പറയാണ് ആരോട്? ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട്, എൻ്റെ അവസ്ഥ എന്നേക്കാൾ നന്നായിട്ട് എൻ്റെ റബ്ബിനറിയാം. ഐ ലീവ് ഇറ്റ് ടു ഹിം, വാട്ട് എവർ ഹി ഡസ് ഇസ് ഓക്കെ. ഈ വിഷയത്തിൽ എന്താണോ അള്ളാഹ് തീരുമാനിച്ചത് ഞാനത് ഓക്കെയാണ്. അപ്പോൾ അള്ളാഹ് സുബ്ഹാനഹു തആല പറഞ്ഞത്, യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ആ പറച്ചില് മനോഹര എന്നുള്ളതാണ്. നീ തണുപ്പാവുക, ശാന്തിയാവുക എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. യാനാർ കൂനി വർദ്ധം വസലാമ എന്ന് മാത്രം പറഞ്ഞാൽ പോരെ. എന്തിനീ അലാ ഇബ്രാഹിം പറഞ്ഞത് അവിടെ? നിങ്ങൾ ഇപ്പോഴും ആലോചിച്ച് നോക്കിയില്ല? ഖുറാന്റെ ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ സ്ക്രൂട്ടനൈസ് ചെയ്യണം. എന്തിനാ അള്ളാഹ് അങ്ങനെ പറഞ്ഞു? ഇതൊക്കെ തദബ്ബറിന്റെ ഭാഗമാണ്. നമ്മൾ കണ്ണടച്ച് വെറുതെ ഇങ്ങനെ ഓതിയിട്ട് ഇങ്ങനെ അർത്ഥം വായിച്ചു നോക്കി പോയിട്ട് കാര്യമില്ല. എന്തിനാ അള്ളാഹ് സുബ്ഹാനഹു വ തആല അവിടെ അലാ ഇബ്രാഹിം പറഞ്ഞത്? വൈ ഡി സേ ദാറ്റ്? അത് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? ബാക്കി എല്ലാവർക്കും അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീയോട് പറയണ, തീയെ നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, നിന്റെ ഈ യഥാർത്ഥ സ്വഭാവം നീ കാണിക്കേണ്ടത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടല്ല, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് ഒഴിച്ച് ബാക്കി എല്ലാവരോടും നീ കാണിച്ചോ. പക്ഷെ ഇബ്രാഹിം അലൈഹി ഇസ്ലാം വന്നു കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം നേരെ മറിച്ചായിരിക്കണം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് നരകത്തിലെ തീ പോലും ഒന്നും എഫക്റ്റ് ഉണ്ടാവില്ല എന്ന്. എന്തായാലും ഇബ്രാഹിം അലൈഹി ഇസ്ലാം നരകത്തിൽ പോകുന്ന ആളല്ല. അപ്പൊ ഇനി അത് പറഞ്ഞ് പോയാൽ തന്നെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല എന്ന്. അവിടെ എന്താവും? തണുപ്പ് സമാധാനമായിരിക്കും. വാട്ട് ബ്യൂട്ടിഫുൾ അല്ലേ? എന്ത് മനോഹരം നോക്കി നിങ്ങള്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഓൾറെഡി തീക്ക് എന്ത് ഇട്ടിട്ടുണ്ട്?
ആ കൊടുത്തിട്ടുള്ള അമ്ര് പറഞ്ഞ എക്കാലത്തേക്കുമാണ്, എല്ലാം താൽക്കാലികം ഈ ഒരു സന്ദർഭത്തിന് വേണ്ടി മാത്രമല്ല. നിങ്ങൾ ആയത്ത് പരിശോധിച്ച് നോക്കി. നിങ്ങള് ആയത്തിൽ ഇപ്പോ താൽക്കാലികം അങ്ങനെ ആയാൽ മതിട്ടാ. എത്ര ശരിയപ്പെടുമ്പോ നീ പഴയ സ്വഭാവം അടിച്ചോ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, എക്കാലത്തേക്കുമാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർഡർ കൊടുത്തതോടെയാണ് തീ എന്തായത്, ശാന്തമായി മാറിയത്. അതാണ് ഇബ്രാഹിം അലൈഹി സ്വലാം തവക്കുല്. ആ തീയിലേക്ക് അത്രയും ആളിക്കത്തുന്ന തീയുടെ ആ ഒരു അവസ്ഥയിൽ പോലും ഇബ്രാഹിം അലൈഹി സ്വലാമിന് അള്ളാഹുവിനോട് ആ രൂപത്തിൽ പറയാൻ പറ്റുക എന്ന് പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ. ഇപ്പം നമുക്ക് നമ്മളെ കുട്ടിയോ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ആരോ ആവട്ടെ, ഹോസ്പിറ്റലിൽ ഇങ്ങനെ എന്താണ് മറ്റേ മരണവുമായിട്ട് മറ്റേ മല്ലടിച്ച് കിടക്കുമ്പോൾ നമ്മളെന്താ പ്രാർത്ഥിക്കാറ് പടച്ചവനോട്? പടച്ചവനെ എൻ്റെ കൂട്ടം തിരിച്ചുതാ, എൻ്റെ കൂട്ടം തിരിച്ചുതാ, അല്ലെങ്കിൽ ഇന്ന ആള് തിരിച്ചുതാ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാനെ തിരിച്ചുതാ വാപ്പ. നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടാ? പടച്ചവനെ, എൻ്റെ മകൻ ജീവിതത്തിലേക്ക് വരലാണ് ഹൈറെങ്കിൽ നീ അവനെ പൂർണ്ണമായ ആരോഗ്യത്തെ തിരിച്ചുതാ. അതല്ല, മരണമാണ് ഹൈറെങ്കിൽ നീ അവനെ നല്ലപോലെ തിരിച്ചു കൊണ്ടുപോയിക്കോ എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റണ്ട. അങ്ങനെ പറയാൻ പറ്റണം. കാരണം നന്മയും തിന്മയും അല്ലാഹുവിനല്ലാതെ വേറെ ആർക്കും അറിയൂല. നമ്മൾക്കൊക്കെ എന്താ അറിയോ, അത് ഖുർആൻ പറഞ്ഞ വർത്താനം. നമ്മൾക്കൊക്കെ അറിഞ്ഞാല് സ്പോണ്ടേനിയസ് ആണ്. നമ്മളെ കൺമുമ്പിൽ എന്താണോ അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഒരിക്കലും ആഖിറത്തേക്ക് ഇരിക്കുന്ന പരിപാടിയില്ല. അവിടേക്കാണ് തവക്കുൽ ഇല്ലാത്തതിന്റെ പ്രശ്നം. ഇപ്പോ ലുക്ക് അറ്റ് ദിസ്, ഞാൻ വേറൊരു ആയത്തെ കുറിച്ച് പറയാറുണ്ട്. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും ബിഅംവാലിഹിം ബിഅന്ന ലഹുമുൽ ജന്ന. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് നിന്നും അവരുടെ നഫ്സിനെയും അവരുടെ സമ്പത്തിനെയും അള്ളാഹു വിലക്ക് വാങ്ങിക്കുക. ഒരു ട്രേഡ് നടത്തിയിട്ടുണ്ട്. എന്താ പകരം? എന്താ? ബിഅന്ന ലഹുമുൽ ജന്ന, അവർക്ക് സ്വർഗം അല്ലെങ്കിൽ പരലോകം കൊടുക്കുക എന്നുള്ള വാഗ്ദാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കരാർ ഒപ്പിടുകയാണ്, പടച്ചനതാ ഞാൻ നിനക്ക് എൻ്റെ സമ്പത്തും എൻ്റെ ശരീരമൊക്കെ നിനക്ക് തരികയാണ്. അപ്പൊ പകരം അള്ള പറയാണ്, നീ മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ സ്വർഗം തരാമെന്ന്. ഇത് അള്ളാഹുവിന്റെ ഗ്യാരണ്ടിയാ, അല്ലാതെ നമ്മളുടെ പരസ്പരമുള്ള വെറും വാക്കല്ല. അള്ള പറയണത്. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും ആ പറയുന്ന ഒരു ട്രേഡിൽ നിന്ന് പിൻവാങ്ങുന്ന ആളല്ല. എന്നിട്ട് പോലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. എന്താ കാരണം അറിയാം നിങ്ങൾക്ക്? കാരണം ഈ സ്വർഗം എന്ന് പറയുന്ന സംഗതി നമ്മൾ കാണുന്നില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറെ ക്വാളിറ്റി പറയാം. നിങ്ങൾക്ക് ഇത് ഞാനീ പറഞ്ഞ ആയത്ത് ഇതൊക്കെ കണക്റ്റായിട്ടാ. അതുകൊണ്ടാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ടും നമ്മളുടെ തവക്കുലായിട്ടും നമ്മളുടെ ഈമാനായിട്ടും നമ്മളുടെ തെരഞ്ഞെടുപ്പൊക്കെ ആയിട്ട് ഇജ്തിബാക്കായിട്ടൊക്കെ കണക്ട് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒക്കെ നിങ്ങൾ ബന്ധിപ്പിച്ചോളി. ഞാൻ നിങ്ങൾക്കൊരു ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ ആയിട്ടോളി, അല്ലെങ്കിൽ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് വിൽക്കുന്ന ആളാണ്. ഞാൻ നിങ്ങളെ സമീപിച്ച് പറയാണ്, അതെ വയനാട്ടിൽ 5 ഏക്കർ സ്ഥലമുണ്ട്. ഓക്കെ, നല്ല അടിപൊളി കുന്നാണ്. കുന്നിട്ട് നേരെ നിങ്ങളെ നല്ല അവിടെ നല്ല എല്ലാ സൗകര്യങ്ങളുള്ള വീടുണ്ട്. 4-5 ബെഡ്റൂമുള്ള വീടുണ്ട്. ഫുള്ളി ഫർണിഷ്ഡ് ആണ്. ടോപ്പ് കൺസ്ട്രക്ഷനാണ്. ഭയങ്കര ഡിസൈനാണ്. വീടിൻ്റെ നേരെ മുമ്പിൽ കാണുന്നത് അപ്പുറത്തെ മലയെന്ന് വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം. നല്ല മനോഹരമായ ദൃശ്യമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴ്വര നല്ല ബ്യൂട്ടിഫുൾ ആയി കിടക്കുന്നുണ്ട്. സുഖമായിട്ട് വണ്ടിയും കാറൊക്കെ പോകുന്ന വഴിയാണ്. നല്ല ടാർട്ട് റോഡുണ്ട് അവിടെ. നല്ല പ്രോപ്പർട്ടിയാണ്. 5 ഏക്കർ സ്ഥലം. ആ 5 ഏക്കറിൽ കുറെ കാപ്പിയുണ്ട്, തേയിലുണ്ട്, ഒരുപാട് വരുമാനം കിട്ടുന്ന സംഗതി വേറെ ഒക്കെ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഞാൻ തരാം. ഇത് നിങ്ങൾക്ക് ഞാൻ തരാം. പക്ഷെ എനിക്ക് ഒരു 30 ലക്ഷം ഉറുപ്യ ഇപ്പൊ വേണം. 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്ഥലം തരാം. നിങ്ങൾ വാങ്ങും? നിങ്ങൾ വാങ്ങും? നിങ്ങൾ വാങ്ങുമോ? എന്തെങ്കിലും വാങ്ങുമോ? വാങ്ങൂല. നന്ന ചുരുങ്ങിയത് നിങ്ങൾ ചോദിക്കും, അല്ല ഫോട്ടോ ഉണ്ടായിരിക്കും അല്ലേ? ഫോട്ടോ ഉണ്ടാന്ന് ചോദിക്കും. ഇല്ലെങ്കിൽ ബ്രോഷർ ഉണ്ടാ, അല്ലെങ്കിൽ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ടാ. അത് എന്താ സംഗതി അറിയോ? നമുക്ക് കാണാത്തൊരു സംഗതിയെ നമ്മളെന്ത് ചെയ്യില്ല. ഇനി എത്ര തന്നെ ഇപ്പൊ ഞാൻ എത്ര തന്നെ നിങ്ങൾക്ക് വിശ്വസ്തനാണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾ എന്നെ എത്രമാത്രം വിശ്വസിച്ചാലും ഈ പൈസ ഇടപെടുമ്പോൾ നിങ്ങൾ എന്നെന്ത് ചെയ്യില്ല. മൂപ്പരങ്ങനെ പറഞ്ഞു എന്നാലും ഒന്ന് കാണണ്ടേ? കാണാതെ നിങ്ങൾ ഒരിക്കലും ഉറപ്പ് വരില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ പറ്റിക്കൂല, നിങ്ങൾക്ക് 150% ഉറപ്പാണ്, ഞാൻ സത്യസന്ധനാണെന്നൊക്കെ നിങ്ങൾക്കറിയാം. എന്നാൽ പോലും നിങ്ങൾ ആ ട്രേഡ് നടത്തൂല.
കാരണം ഒന്നും നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഐഡിയ ഇല്ല. ഞാനീ പറഞ്ഞ വർണ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അതേപോലെ ഖുർആനിൽ അള്ളാഹ് പറയാണ് നിങ്ങൾക്ക് സ്വർഗം തരാം. പക്ഷെ സ്വർഗം എന്ന് പറഞ്ഞാൽ കാർലോ സമാവാത്തി പോലല്ല, ആകാശഭൂമി പോലെ ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൽ നിങ്ങൾ ഫിഹ ഫാക്കിയത്തിന് വബ്ബ മത്താഅല്ലക്കും വലിയ നാമിക്കും ഇങ്ങനെ കുറിച്ച് ഇങ്ങനെ വർണ്ണങ്ങൾ പല ആദിയിൽ ഇങ്ങനെ മറ്റേ അള്ളാഹുവിനെ പറയാം. അതിലുണ്ട്, അവിടെ കുടിക്കാൻ പാനുണ്ട്, അതുണ്ട്, ഹൗദ് കൗസറുണ്ട്, അതുണ്ട്, അവിടെ തേനുണ്ട്, അവിടെ പുഴ നദികളുണ്ട്, പാലിൻ്റെ നദി ഉണ്ട്, മറ്റേ തേൻ്റെ നദി ഉണ്ട്, ഒക്കെ അങ്ങനെ വർണ്ണിച്ച് പറഞ്ഞ. അതല്ലാതെ ഒരു സംഗതി നമ്മുടെ മുമ്പിലില്ല. ഈ ഒരു വർണ്ണം കേട്ട് വേണം നമ്മൾ അള്ളാഹുമായിട്ട് ഈ ഇടപാട് നടത്താൻ. എന്താണ് ബി അന്ന ലഹുമുൽ ജന്ന. അപ്പൊ ഇന്നല്ലാഹു മുഅ്മിനവ അംഫുസുഹും അമ്വാലിക്കും അല്ലേ? നമ്മളെ ശരീരവും നമ്മളുടെ സമ്പത്തും അള്ളാഹ് വാങ്ങിയിരിക്കുന്നു. കച്ചവടം കഴിഞ്ഞിട്ടാ, ട്രേഡ് ഇസ് ഡൺ, പകരം സ്വർഗം തരാം എന്ന് പറയുമ്പോൾ പോലും നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോലത്തില്. കാരണം നമ്മൾ കാണുന്നില്ല. കാരണം മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഹീ ലൈക്സ് ടു പേ ലേറ്റർ, പിന്നീട് പൈസ കൊടുക്കാനും സാധനം ഇപ്പൊ കിട്ടാനാണ് മനുഷ്യന്റെ സ്വഭാവം. ഒന്ന് നോക്കിങ്ങള്, ഒരു 100 രൂപ സാധനം നിങ്ങളൊരു 5 ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മതി, സാധനം ഇപ്പൊ കിട്ടും പറയുകയാണെങ്കിൽ നിങ്ങൾ വേഗം കൊടുക്കൂലേ? 100 രൂപ 5 ടാബി, ഉദാഹരണം ടാബിയിൽ ഇപ്പൊ എങ്ങനെയാണ്? ഒരു സാധനത്തിന്റെ പൈസ നിങ്ങൾ 4 ഇൻസ്റ്റാൾമെന്റ് കൊടുത്താൽ മതി, 10 പൈസ എക്സ്ട്രാ കൊടുക്കണ്ട. നമുക്ക് സൗകര്യം അതല്ലേ? ആ സമയത്ത് അവർ പറയുകയാണെങ്കിൽ 4 ഇൻസ്റ്റാൾ അടച്ച് കഴിഞ്ഞിട്ട് സാധനം തരാൻ ഞങ്ങൾ വാങ്ങിക്കോ? വാങ്ങൂല. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം. മനുഷ്യർക്കൊക്കെ എന്ത് വേണോ? ആദ്യം വേണം, പിന്നെയാണ് മെനക്കാതെ തയ്യാറ്. ഈ ഒരു നമ്മളുടെ ഒരു ഇൻബോൺ ഒരു എന്താ പറയാ ഒരു ഫിത്രത്താണത്. ആ ഫിത്രത്തിനാണ് ഈ പറയുന്ന ബാങ്കുകാരും ഈ പറയുന്ന ഇൻസ്റ്റാൾമെന്റുകാരൊക്കെ എന്ത് ചെയ്യണത്? ട്യൂഷൻ ചെയ്യണത്. നമ്മളെ ഫിത്രത്താണ്. അപ്പൊ വിഷയത്തിലേക്ക് തിരിച്ചു വരുമ്പോ, അപ്പൊ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് look at this. അപ്പോ ഒന്നാമത്തെ സംഗതി ഷഹാദത്തായിട്ട് എന്ത് ബന്ധമുണ്ട്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോടുള്ള ബന്ധം നിങ്ങൾക്ക് ശേഷം മനസ്സിലായി. അതൊക്കെ സംശയം ഉണ്ടാ? ഷഹാദത്തിന്റെ വിഷയത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എടുത്ത നിലപാട്, അതുപോലത്തെ നിലപാട് ഒരു പ്രവാചകന്മാർ എടുത്തിട്ടില്ല. രണ്ടാമത്തെ എന്താ ഇസ്ലാം കാര്യത്തില്? അപ്പോൾ അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ സംഗതി പറഞ്ഞാല് നമസ്കാരമാണ്. നമസ്കാരത്തിന്റെ വിഷയത്തിൽ എന്തായിരുന്നു? ഇബ്രാഹിം അലൈഹി ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി റബ്ബനാ വതഖബ്ബൽ ദുആ. പടച്ചോനെ എന്നെയും എൻ്റെ മകനെയും മുറപ്രകാരം നമസ്കരിക്കുന്നവരാക്കണമേ എന്നുള്ളത്. ആ പ്രാർത്ഥന നടത്തിയ ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമാണ്. സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മളെ കുട്ടികളൊന്നും നിസ്കരിക്കുന്നില്ല, എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല എന്നൊക്കെ പരാതി പറയാറുണ്ട്. അങ്ങനത്തെ മാതാപിതാക്കളെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയത്തി, എൻ്റെ മക്കളെയും മുറപ്രകാരം നമസ്കരിക്കുന്നതാക്കുക എന്നുള്ള ദുആ. പിന്നെ മൂന്നാമത്തെ എന്താ ഉള്ളത്? മൂന്നാമത്തെ സക്കാത്താണ്. എന്താണ് ആരും ഉണ്ടായിരിക്കണേ? മറ്റേ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞുകൊടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. അതായത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ കുടുംബത്തോട് നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനും കൽപ്പിക്കുമായിരുന്നു. കാന യഅ്മുറു എന്നുള്ളതാണ് കൽപ്പിക്കാൻ. അപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് സക്കാത്തിനെ കുറിച്ച് എവിടുന്ന കിട്ടിയത്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൽ നിന്നാണ്. നാലാമത്തെ സംഗതിയാണ് നോമ്പ് അല്ലേ? അഞ്ചാമത്തെ ഹജ്ജ്. ഹജ്ജ് നിങ്ങൾക്ക് അറിയാം പൂർണ്ണമായിട്ടും ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചരിത്രമാണ്. നാലാമതായ റമദാൻ എങ്ങനെയാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ട് കണക്റ്റഡ്? നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വിഷയത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വെച്ച് പറഞ്ഞു പോകാൻ വേണ്ടി ഇങ്ങനെ പോവാട്ടാ. നമ്മളെ വിഷയത്തിലുള്ളതല്ല, ഇജ്തിബായിലുള്ളതല്ല. എന്നാലും അത് നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആകുമെന്ന് വെച്ചിട്ട് ഒന്ന് നേരെ നോക്കുമ്പോൾ ഇങ്ങനെ ഉറക്കത്തിൽ ഒന്ന് ഇരിക്കല്ലേ, അപ്പോൾ ഒരു മാറ്റമായിക്കോട്ടെ വെച്ച് പറയാം. എല്ലാവർക്കും ഒരു ഉന്മേഷമായിക്കോട്ടെ, വെള്ളിയാഴ്ചയൊക്കെ അല്ലേ. എങ്ങനെയാണ് നോമ്പ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ട് കണക്റ്റഡ്? അതിന് വേറെ കാര്യമുണ്ട്. ഈ നോമ്പ് എന്ന് പറയുന്നത് പുതിയ സാധനമല്ല. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പ് നേരത്തെ ഉണ്ട്, അത് പുതിയ സംഗതിയല്ല.
ഈ നോമ്പിലെ ശേഷമുള്ള ഹജ്ജിൽ പറ്റുന്ന സംഗതിയൊക്കെ പിന്നീട് മറ്റേ റസൂലുള്ള വന്ന ശേഷം വന്നിട്ടുള്ള നിയമങ്ങളാണൊക്കെ. മുമ്പ് അങ്ങ് സംഭവിച്ചല്ലോ. ഓക്കെ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഏറ്റവും ടോപ്പിൽ. ഓക്കെ, 2 മക്കൾ. ഈ ചാർട്ടുകളെ മനസ്സിൽ വരച്ചിട്ടുള്ള കേട്ടോ, ഇനി ഒരിക്കലും ഇത് മയഞ്ഞു പോകാൻ പാടില്ല. ബുക്കിലൊക്കെ ഇപ്പോൾ എഴുതിക്കോളെ. ടോപ്പിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഒരു വര വരച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുക. 2 മക്കൾ. ഒരു ഭാഗത്താരാ? ഇസ്മായിൽ, ഇസ്മായിൽ അലൈഹി ഇസ്ലാം. മറ്റു ഭാഗത്താരാ? ഇസ്ഹാഖ്, ഇസ്ഹാക്ക്. അപ്പോൾ 2 മക്കൾ. ഓക്കെ, ഏറ്റവും മോളാരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഓക്കെ, ഏത് മകനോടൊപ്പമാണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത്? റബ്ബന വബഅത്ത് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം. ഈ പ്രാർത്ഥന ആരുമായിട്ടാണ് പ്രാർത്ഥിച്ചത്? ഇസ്മായിൽ ഇസ്മായിൽ അലൈഹി ഇസ്ലാമായിട്ട്. ഓക്കെ, ആ പ്രാർത്ഥന അങ്ങനെ എത്താനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിലേക്കൊന്നും പോകുന്നില്ല, കുറേ നീണ്ടുപോകും വിഷയങ്ങൾ. എനിവേ, ഇബ്രാഹിം അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. കാരണം ഇബ്രാഹിം അലൈഹി ഇസ്ലാം മനസ്സിലായി എന്ത് മറ്റു ഭാഗത്ത് വരുന്ന മക്കളൊക്കെ പ്രശ്നക്കാരാന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതിന്റെ ആ ഭാഗത്തേക്ക് നോക്കുന്നത്. എന്താ കാരണം അറിയോ? അതായത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു ഇന്നി ജാലിക്കുൽ ഇന്നാസി ഇമാമാന്ന്. അള്ളാഹ് പറഞ്ഞു എന്ത്, നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവായിട്ട് നിശ്ചയിച്ചു എന്ന് പറഞ്ഞപ്പോൾ എടുത്ത വഴിക്ക് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചോദിച്ച വർത്തമാനം വക്കാല മൻസുരിയത്തി എന്നല്ലേ? ഏ ആ സംഭവത്തിന്റെ കാര്യം. അതായത് എൻ്റെ സന്തതികൾക്ക് ഈ വാഗ്ദാനം ഉണ്ടോന്ന്. മമ്മിയൻ സുരിയത്തി, അതായത് നിന്നെ ഞാൻ നേതാവാക്കിയിട്ടുണ്ട്. ഓക്കെ ഫൈൻ, ഈ കാലഘട്ടത്ത് ഞാൻ നേതാവാ. ഇനി വരാനിരിക്കുന്ന എൻ്റെ മക്കളുണ്ട്, എൻ്റെ സന്തതികൾ, എൻ്റെ ഈമാനോട് ചേർന്ന മക്കൾ. ഓക്കെ, എൻ്റെ ചിൽഡ്രൻ ഇൻ ബിലീഫ്, അതാണ് മില്ലത്ത് അബീക്കും, അവിടെയാണ് പിതാവാണത്. സോ മൈ ചിൽഡ്രൻ ആ ഗോയിങ് ടു കം. കുറേ കാലം, അതായത് നിങ്ങളും ഞാനൊക്കെ വരാനുണ്ട്. അവർക്ക് ഇതുപോലത്തെ ഒരു നേതാവ് നീ വാഗ്ദാനം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. വിൽ ദേ ഹാവ് എ പ്രോഫിറ്റ്? അവർക്കൊരു പ്രവാചകൻ കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്താണ്? ലാ യനാലു അഹ്ദുൽ ളാലിമീൻ, കുറ്റവാളികൾക്ക് അത്ര ഒരു വാഗ്ദാനം ഇല്ലട്ടാന്ന്. എന്ന് പറയാൻ എന്താ? ഇബ്രാഹിമെ, നിന്റെ മക്കളിൽ കുറ്റവാളികൾ ഉണ്ടിട്ടാ, അതുകൊണ്ട് അവർക്ക് ഈ വാഗ്ദാനം ഇല്ലാന്ന്. അപ്പൊ ഇബ്രാഹിം അലൈഹി സ്വലാം സംഗതി മനസ്സിലായി. എന്ത്? ഇനി വരാൻ പോണ എൻ്റെ മക്കളിൽ കുറ്റവാളികളുണ്ട്, അവർക്ക് അള്ളാഹു ഈ വാഗ്ദാനം കൊടുക്കൂല എന്നുള്ളത്. അപ്പൊ ഇനി വരാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് ഇബ്രാഹിം അലൈഹി സ്വലാം തൽക്കാലം എന്ത് ചെയ്തിട്ടില്ല? ഹി സ്റ്റോപ്പ് ദ ബോദറേഷൻ. ഞാൻ വൈക്ക് നോക്കണില്ല, കാരണം അത് എന്താണെന്ന് അറിയില്ല. പക്ഷെ എനിക്കിപ്പോഴുള്ള ഈ മോനുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നത്, ഇസ്മായിൽ അലൈഹി സ്വലാം. അവൻ നല്ല വഴിയിലാന്ന കാര്യം എനിക്കറിയാം. കാരണം എന്താ? എൻ്റെ കൂടെ കഅബാലയം പണിയാൻ വേണ്ടിയിട്ട് അവനും കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവൻ്റെ കാര്യത്തിന് എനിക്കൊരു ഗ്യാരണ്ടി ഉണ്ട്, ഇവൻ നല്ലതിൽ പെടുന്നുള്ളത്. അപ്പോൾ ഇവൻ നിർത്തിക്കൊണ്ട്, ഈ ഇസ്മായിൽ അലൈഹി സ്വലാം നിർത്തിക്കൊണ്ട് റസൂലുള്ള പ്രാർത്ഥിച്ചത്, അത് ഇബ്രാഹിം അലൈഹി സ്വലാം, റബ്ബന വബഅത്ത് ഫീഹിം റസൂലൻ, ഇവനിലേക്ക് റബ്ബേ നീ ഒരു പ്രവാചകൻ അയക്കണേ, ഒറ്റ പ്രവാചകനെ, 1 പ്രോഫിറ്റ് ഇവനിലേക്ക്, ഇസ്മായിലിലേക്ക്. മിൻഹും, ഫ്രം ഹിം, ഇസ്മായിൽ നിന്ന്. ആൻഡ് ആ പ്രവാചകന്റെ പ്രത്യേകത എന്താണ്? യത്ലു അലൈഹിം ആയാത്തിക്ക, നിന്റെ ആയത്തുകൾ തിലാവത്ത് ചെയ്യുന്ന ഒരു പ്രവാചകനെ. വയുഅല്ലിമുൽ കിതാബ, ആ പ്രവാചകൻ ഈ ഗ്രന്ഥം പഠിപ്പിക്കണം ഈ സമൂഹത്തിന്. എന്നിട്ടോ വൽ ഹിക്മത്ത, തത്വജ്ഞാനവും പഠിപ്പിക്കണം. അതുവഴി വയുസക്കിഹിം, ആ സമൂഹത്തെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകൻ റബ്ബെ നീ കൊടുത്തുവിടെ അയക്കണട്ടാന്ന് പറഞ്ഞു. ഈ ദുആ നടത്തുമ്പോൾ, ഈ ദുആ പറയുമ്പോൾ അവിടെ ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും മാത്രമേ ഉള്ളൂ, മൂന്നാമത്തെ വ്യക്തി ഇല്ല. കാരണം കഅബാലയം നിർമ്മിക്കുക, നമ്മുടെ മനസ്സിലാക്കേണ്ടത് യു ഹാവ് ടു ട്രാവൽ ഇൻ ടൈം. നിങ്ങൾ കാലഘട്ടം കുറച്ച് ബാക്കിലേക്ക് നിങ്ങളുടെ മറ്റേ മൈൻഡ് അങ്ങോട്ടേക്ക് ഓടിക്കണം. ഇന്ന് കാണുന്ന മക്കല്ല അന്നത്തെ മക്ക എന്ന് പറഞ്ഞാൽ 4 ഭാഗം വല്ലാത്ത മലകളാണ്. അതായത് കാലെടുത്ത് പോലും വെക്കാൻ പറ്റാത്ത രൂപത്തിലുള്ള അത്രയും വികൃതമായ മലകൾ, ഒരു നിലക്കും കയറി പോകാൻ പറ്റുന്ന മലകളല്ല. ആ മലകളുടെയൊക്കെ ഇടയിൽ ഒരു ചെറിയൊരു ക്യൂബിക്കൽ സാധനമാണ് ഈ കഅബാലയം എന്ന് പറഞ്ഞത്. ഇന്ന് കാണുന്ന കഅബാലയം അന്നിപ്പോൾ ഉള്ളൊക്കെ പിന്നീട് ഉണ്ടാക്കിയില്ല. അന്നത്തെ കഅബാലയം ഒരു ചെറിയൊരു സംഗതിയാണ്. ആ കഅബാലയം ഉണ്ടാക്കുന്ന സമയത്ത് നടത്തിയ പ്രാർത്ഥനയാണത്. എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരാൾ ഈ പ്രാർത്ഥന റെക്കോർഡ് ചെയ്യാൻ അവിടെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിനോട് നേർക്ക് നേർ നടത്തിയ പ്രാർത്ഥനയാണിത്.
ആ പ്രാർത്ഥന നടത്തി കഴിഞ്ഞിട്ട് ഏകദേശം 1000 വർഷങ്ങൾക്ക് ശേഷമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണോ ഈ 2 പ്രവാചകന്മാർ കൂടി പ്രാർത്ഥിച്ചത്, അതേ സ്ഥലത്തേക്ക് ആ പ്രാർത്ഥനയുടെ ഉത്തരം 1000 വർഷങ്ങൾക്ക് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകി എന്നുള്ളതാണ്. ദ വെരി സ്പോട്ട്. എന്താ ചെയ്തത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആവശ്യപ്പെട്ട കിതാബ് അള്ളാഹു ഇറക്കി കൊടുത്തു. ആർക്ക്? മുഹമ്മദ്. ഒറ്റ പ്രവാചകൻ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രവാചകൻക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഇനി ലുക്ക് അറ്റ് ദിസ്. ഇബ്രാഹിം ഇസ്മായിൽ അലൈഹി ഇസ്ലാം ഇവിടെ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം ഇവിടെ. ഓക്കെ, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിന്റെ മകനാണ് ആര്? ആര്? യാക്കൂബ്. യാക്കൂബ്. യാക്കൂബ് അലൈഹി ഇസ്ലാം. യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ അപരനാമം എന്താണ്? ഇസ്രായേൽ. ഇസ്രായേൽ. യാക്കൂബ് അലൈഹി ഇസ്ലാമിന് എത്ര മക്കളുണ്ടായിരുന്നു? 12. 12 മക്കള്. അതിലത്തെ ഒരു മകനാണ് യൂസുഫ് അലൈഹി ഇസ്ലാം, അല്ലേ? ഈ അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഒരു മകൻ എന്ന് പറഞ്ഞാൽ എന്ന് പറയാൻ തന്നെ അതന്നെ ഒരു കബീലയാണ്, ഒരു ട്രൈബാണ്. നിങ്ങൾക്ക് ഓർമ്മല്ലേ മൂസ അലൈഹി ഇസ്ലാം ഫം ഫജറത് മിൻഹു ഇസ്നത അശറത ഐന ഖദ് അലിമ കുല്ലു ഉനാസിൻ മശ്റബഹും. ഓർമ്മല്ലേ? ദാഹിക്കുന്ന സമയത്ത് വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ മറ്റേ മൂസ അലൈഹി ഇസ്ലാം തൻ്റെ വടി കൊണ്ട് ആ പാറയിലേക്ക് അടിക്കുകയും ആ പാറ 12 ഇതായിട്ട് ക്രാക്കായിട്ട് അതിൽ നിന്ന് 12 അരുവികൾ ഒഴുകി വന്നു എന്നുള്ളത്. ആ 12 അരുവികൾ ഒഴുകിയത് ഈ പറഞ്ഞ ഓരോ ഫാമിലിക്കാ, ഓരോ മക്കൾക്കാ. അതാണ് ബനി ഇസ്രായേൽ. ബനി ഇസ്രായേൽ എന്ന ഇസ്രായേലിന്റെ സന്തതികൾ എന്നാ. അതായത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മകന്റെ യാക്കൂബ് അലൈഹി ഇസ്ലാം അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്ന പേരിലാണ്. അതാണ് ഈ ബനി ഇസ്രായേൽ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ബനി ഇസ്രായേലിന്റെ ഭാഗത്ത് എല്ലാ കാലഘട്ടത്തും പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട്. ഒരു പ്രവാചകൻ വന്നാൽ തൊട്ടടുത്ത് വേറെ ഒരേ സമയത്ത് 2, 3, 4 പ്രവാചകന്മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരെ കൊണ്ടൊരു തല്ലായിരുന്നു എവിടെ? ഈ പറയുന്ന ബനി ഇസ്രായേലിന്റെ ഭാഗത്ത്. അതിനുവേണ്ടി ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ഒറ്റ പ്രവാചകം വന്നിട്ടില്ല. ഫോർ ഓൾമോസ്റ്റ് 1000 years ഒറ്റ പ്രവാചകം വന്നിട്ടില്ല. ഇവിടെയാണെങ്കിൽ പ്രവാചകന്മാരെ കൊണ്ട് നടക്കാൻ വയ്യ. അപ്പോൾ ഇതെന്താ അവസ്ഥ എന്ന് പറഞ്ഞാലേ, ഒരു സമൂഹത്തിലേക്ക് ഇതുപോലെ ഒരുപാട് പ്രവാചകന്മാർ അയക്കപ്പെടുമ്പോൾ അവർക്ക് അതിനോടൊരു വില ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ 5 നേരം ബിരിയാണി കഴിച്ചാൽ അവസ്ഥ വെച്ചാൽ നിങ്ങൾ ഈ നോമ്പൊക്കെ കണ്ട് കഴിഞ്ഞാണ്ട് നമുക്ക് ഒരു ഈ സാധാ ചോറിനോടും മീൻകറിയോടൊക്കെ ഒരു ആർത്തി വരാന്. കാരണം ഉള്ള ബിരിയാണി തിന്നിട്ടേ എന്ന അവസ്ഥ. ഈ പ്രവാചകൻ ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് യാതൊരു വിലയില്ലാതെ മാത്രമല്ല ഇവർ പ്രവാചകന്മാരെ വധിക്കുകയും കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് ആരുടെ മേത്തായിരുന്നു? ഈസാ അലൈഹി ഇസ്ലാമിലായിരുന്നു. ഈസാ അലൈഹി ഇസ്ലാം വധിക്കാൻ ശ്രമിച്ചപ്പോൾ അല്ലാതെ തീരുമാനിച്ചു മതി, ഇനി ഇവർക്ക് ഈ പണി വേണ്ടാന്ന്. അതോടുകൂടി നിർത്തി ആ വാർത്തകൾ പ്രവാചകന്മാർ അയക്കല്. എന്നിട്ട് അവിടുന്ന് 600 വർഷം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? റസൂലുള്ളാഹി വരുന്നത്. അത് എങ്ങോട്ടാ വന്നത്? ഇപ്പുറത്തേക്ക് വന്നത്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തൗഹീദ് സ്ഥാപിച്ചിട്ടാണ് പോയത്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ തൗഹീദ് സ്ഥാപിച്ചു പോയി. സ്വാഭാവികമായിട്ടും ഒരു സമൂഹത്തിലേക്ക് കുറേ കാലത്തോളം പ്രവാചകന്മാർ വന്നിട്ടില്ല എങ്കിൽ എന്താ ഉണ്ടാവുക? ആ തൗഹീദിന്റെ സന്ദേശങ്ങളൊക്കെ മറന്ന് വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തും. ഇതുകൊണ്ടാണ് ഏത് ഏകനായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണോ കഅബാലയം നിർമ്മിക്കപ്പെട്ടത്, അതേ കഅബാലയത്തിന്റെ അകത്ത് മുന്നോട്ട് ചെല്ലാൻ ബിംബങ്ങൾ എത്താനുള്ള കാരണം അതാ. കാരണം ഈ സമൂഹത്തിലേക്ക് പിന്നെ ഒരൊറ്റ പ്രവാചകന്മാർ വന്നിട്ടില്ല. അപ്പൊ തൗഹീദിന്റെ സന്ദേശം അവർ നഷ്ടമായത് മാത്രമല്ല, എന്തുണ്ടായി? ഈ പറയുന്ന ബിംബങ്ങളെ വരെ കൊണ്ടുവന്നിട്ട് കഅബാലയത്തിന്റെ ഉള്ളിലേക്ക് വെച്ച അവസ്ഥകളായിരുന്നു. മനസ്സിലാകുന്നുണ്ട? ഈ കഅബാലയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ആര് വരുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. പ്രവാചകന്റെ ലക്ഷ്യം തന്നെ കഅബാലയത്തെ ശുദ്ധീകരിക്കലാണ്. ദ മെയിൻ മിഷൻ, റസൂലുള്ളാഹിയുടെ മെയിൻ മിഷൻ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാം എന്ത് പണിയാണ് തുടങ്ങി വെച്ചത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ചരിത്രം പഠിക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ റസൂലുള്ള വന്നുകൊണ്ടിട്ട്
ഈ മറ്റേ ഇസ്ലാമിനെ കുറിച്ചിട്ട് പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ റസൂലുള്ളാഹിക്ക് നേരിടാനും റസൂലുള്ളാഹിനെ വധിക്കാൻ വരെ പോകാനുള്ള കാരണം എന്തുകൊണ്ടാണ് അറിയാം നിങ്ങൾക്ക്? ഇറ്റ്സ് നോട്ട് ബിക്കോസ് യു ബോട്ട് എ ന്യൂ റിലീജിയൻ. ഒരു പുതിയ ഇസ്ലാമിനെ കൊണ്ടുവന്നത് കൊണ്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ ഈ കഅബാലയത്തിന്റെ അകത്ത് ഇത് പറ്റൂല എന്ന് പറഞ്ഞോണ്ടാ. യു ഗെറ്റ് ദ പോയിന്റ്. വേറൊരു പുതിയ മതമായിക്കൊണ്ട് റസൂലുള്ളാഹി ബൈക്ക് പോവുകയാണെങ്കിൽ ആയിക്കോട്ടെ പോയിക്കോട്ടെ നോക്കുള്ളൂ. പക്ഷെ റസൂലുള്ളാഹിയുടെ വിഷയം അവിടെ അല്ല. ഈ കഅബാലയത്തിന്റെ അകത്ത് ഈ പറഞ്ഞ വിഗ്രഹങ്ങൾ പറ്റൂല. ഈ കഅബാലയം ഏകനായ അള്ളാഹുവിന് വേണ്ടി നിർമ്മിച്ചതാണ്. അതുകൊണ്ട് ഇത് വിട്ടു കിട്ടണം. ഇതാണ് പ്രശ്നം. ഇതായിരുന്നു മുഖ്യ പ്രശ്നം. ദിസ് വാസ് ദ ഓൺലി പോയിന്റ്. അതുകൊണ്ടാണ് അന്നത്തെ കാലത്ത് ആരെല്ലാം ഇസ്ലാം സ്വീകരിച്ചോ അതൊക്കെ ഖുറൈശികളുടെ ഹിറ്റ് ലിസ്റ്റാണ്. അന്നത്തെ കാലത്ത് ഇസ്ലാം സ്വീകരിക്കലും ഇന്നത്തെ കാലത്ത് വ്യത്യാസമുണ്ട്. ഇന്ന് ഒരാൾ ഇസ്ലാം സ്വീകരിക്കുകയാണെങ്കിൽ എന്താ വേണ്ടി വരിക? 5 നേരം നിസ്കരിക്കേണ്ടി വരും. ഓനത്തുള്ള വല്ല വ്യഭിചാര അല്ലെങ്കിൽ വല്ല മദ്യപാന പലിശ ഇങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങനെ വന്നാൽ ഒരാൾ ഓനെ പിന്നാലെ പോവില്ല. അതുകൊണ്ടാണ് ലോകത്ത് ഇത്രയും ആളുകൾ ഇസ്ലാം സ്വീകരിക്കുന്നത്. പക്ഷെ അന്നത്തെ കാലത്ത് എന്താണ്, പ്രവാചകന്റെ കൂടെ കൂടുക എന്നാണ് ഒരാൾ ഇസ്ലാം സ്വീകരിച്ച് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഹിറ്റ് ലിസ്റ്റിലാണ്. അതുകൊണ്ട് ആ ഹിറ്റ് ലിസ്റ്റിൽപ്പെട്ട ആരൊക്കെ നിങ്ങൾ പിൻപറ്റുന്നു അവരൊക്കെ ഹിറ്റ് ലിസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ ഖുറൈശികളുടെ കൈ കിട്ടി എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ വധിക്കപ്പെടാം. അതാണ് അന്നത്തെ കാലത്ത് ഇസ്ലാം. അപ്പോൾ ദ വെരി കഅബാലയത്തിന്റെ വിഷയത്തിന് മുകളിൽ വന്നത് കൊണ്ടാണ് ഇത്രയധികം എതിർപ്പുകൾ പ്രവാചകൻ ഉണ്ടാകാൻ കാരണം. അല്ലെങ്കിൽ പ്രവാചകന് പുതിയ മതത്തിൽ വന്ന് അവിടെ പോയിക്കോട്ടെ വെച്ചാൽ പോരെ, അവർക്ക് പ്രശ്നമല്ലോ. പക്ഷേ അറ്റാക്ക് ഈസ് ഓൺ ദ കഅബ. ഇത് വിട്ടുതരില്ല. ഇത് നിങ്ങൾ ഇന്ന് കാട്ടുന്ന കോലത്തിലുള്ള സാധനത്തിനുള്ളതല്ല. ഇത് അള്ളാഹു ഏകനായ അള്ളാഹുവിന് വേണ്ടി ഇബാദത്തിന് വേണ്ടി ഉണ്ടാക്കിയ സാധനം. അതിൻ്റെ അകത്ത് വിഗ്രഹങ്ങൾ നമ്മൾ സമ്മതിക്കൂല. ഇതായിരുന്നു ഒന്നാമത്തെ പ്രശ്നം തന്നെ. കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോ ഏത് പ്രവാചകന്റെ പ്രാർത്ഥനയുടെ ഫലമായി കൊണ്ടാണോ റസൂലുള്ളാഹി വന്നത്, ആ റസൂലുള്ളാഹിയുടെ കയ്യിൽ ഒരു ഗന്ധമുണ്ടായത്, ഇതെല്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയുടെ കാരണം. നമ്മൾ എന്തിനാണ് നോമ്പ് നോക്കുന്നത്? എന്തിനാ നോമ്പ് നോക്കുന്നത്? എന്തിനാ? തടി വെക്കാനാ? അതാ ഷൂർ വെക്കാനാ? എന്തിനാ നോക്കണേ? നമുക്ക് നിർബന്ധമാക്കപ്പെട്ടിരിക്കും. എന്തുകൊണ്ട് നിർബന്ധമാക്കപ്പെട്ടു? ആ പറയുങ്ങള് നിങ്ങൾ ഇനി പറയുമ്പോ നിങ്ങള് ഖുറാൻ നോക്കി പറഞ്ഞു. നിങ്ങൾ വെറുതെ അവിടെ നിന്ന് വിളിച്ചു പറയല്ലേ. ഒരു സംഗതി ഞാൻ പറയട്ടെ. ചിലപ്പോ നിങ്ങൾ ചിലപ്പോ അന്തം പെടും. ഒരു സംഗതി പറയട്ടെ. ദ പേർപ്പസ് ഓഫ് റമദാൻ ഈസ് ഡിഫറെന്റ്. ദ പേർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ് ഈസ് ഡിഫറെന്റ്. നോമ്പിന്റെ ഉദ്ദേശം വേറെയാണ്, റമദാൻ എന്ന മാസത്തിന്റെ ഉദ്ദേശം വേറെ. ഇത് രണ്ടാ. നമ്മൾ രണ്ടും കൂട്ടുകച്ച് വെച്ചിരിക്കുകയാണ്. ഖുർആനിൽ സൗമ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്, സിയാമ് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും ജമ്മാണ്, രണ്ടും പ്ലൂറലാ. രണ്ട് പ്ലൂറൽ ഉണ്ട്. സിയാമ് നമ്മൾ ചെയ്യണ പണിക്കാ സിയാമ്. കുതിബാലയ്ക്കും സിയാമു കമാ കുതിബല്ലക്കും തത്തപ്പോൾ അല്ലേ? പക്ഷെ ആ സമയത്ത് സൗമ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, അത് വ്യത്യാസ. എന്താ? കുറെ ആൾക്കാർ ഒന്നും തലൊന്നും കാണാത്ത കുറെ ആൾക്കാരുണ്ട്. കൊന്നും പിടുത്തം കിട്ടില്ല ആരെന്താന്നൊന്നും. പണ്ട് കുതിരനെ ട്രെയിൻ ചെയ്തിരുന്നത് അത് വേറെ. അത് പദങ്ങളുടെ വരവാണ്. ഹൗ ഓൾ ദീസ് വേർഡ്സ് ആർ കോയിൻഡ്, അത് വേറെ കാര്യം. ഞാൻ പറഞ്ഞതല്ല. സി പണ്ടത്തെ കാലത്ത് ഒരു കാര്യം പോലെ എന്താണ്, നമ്മളെ മുമ്പ് വന്നവർക്ക് നോമ്പുണ്ട് അല്ലേ? നോമ്പുണ്ട്. അവരുടെ നോമ്പ് നമ്മളെ നോമ്പിൽ വ്യത്യാസം എന്താ? അതാണ് ചോദ്യം. അതായത് സി ഗോ ബാക്ക് ടു ദി ആയ സൂറത്തുൽ ബഖറയിലെ 183 ആയത്തേക്ക് പോവാ. കുതിബ അലൈക്കും സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് മുമ്പ് ഇറക്കപ്പെട്ട അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെയാണ് നോമ്പ് നിർബന്ധമാക്കി അതുപോലെ നിങ്ങൾക്കുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി നോമ്പ് നോക്കിയിരുന്നു. ഹി യൂസ് ടു ഫാസ്റ്റ് ഓൺ ചില ദിവസങ്ങളിൽ നോമ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ. അത് മാത്രമല്ല, ഈ ബനി ഇസ്രായേലിനായിട്ട് നമുക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ടോട്ടലി വിഷയത്തിൽ വിട്ടുപോകാട്ടാ. പക്ഷെ നിങ്ങൾക്കതൊരു ഒരു എലിമായിക്കോട്ടേച്ച് പറയണം. നമ്മളിപ്പോൾ നമ്മളുടെ കോഴ്സിൽ ഒരു ബന്ധത്തെ കാര്യമായി പറഞ്ഞൊക്കെ. സി ബനി ഇസ്രായേലിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കോൺസെപ്റ്റ് എന്താ? അത് വേറൊരു സാധനം അല്ലേ? ഒരു സുഖമില്ലാത്ത ടീം നമ്മൾ അല്ലേ?
പക്ഷേ വാസ്തവത്തിൽ ബനു ഇസ്രായേൽ പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളായിരുന്നു. ഞാൻ പറഞ്ഞല്ലട്ടാ, ഖുറാൻ പറഞ്ഞത്. ഓക്കെ, അവർ വാസ്തവത്തിൽ മുസ്ലിങ്ങളായിരുന്നു. ഇബ്രാഹിം അലൈഹി ഇസ്ലാം തൻ്റെ സമൂഹത്തെ മുസ്ലിമായിട്ടാണ് കണക്കിയിട്ടുള്ളത്, അല്ലേ? ലുക്ക് അറ്റ് ദിസ്, റബ്ബന വജഅൽന മുസ്ലിമീൻ ലക, പടച്ചോനെ നീ ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിം ആക്കുക എന്നുള്ളതാണ്. ഒമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക, നിനക്ക് അനുസരിക്കുന്ന അല്ലെങ്കിൽ നിന്നെ അനുസരിക്കുന്ന ഒരു ഉമ്മത്തിനാക്കി മാറ്റണമേ എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്ലാം അലൈഹി സ്വലാം. അപ്പോൾ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ ഭാഗം അവർ മുസ്ലിങ്ങളായിരുന്നു. ഇനി ലുക്ക് അറ്റ് ദിസ് സൈഡ്, ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞത് ഇസ്ഹാഖ് അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു, ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം മക്കളെ കുറിച്ച് പറഞ്ഞു. അവിടെ നോക്കി നിങ്ങൾ, അം കുന്തും ഷുഹദാ ഇത് ഹദ യാക്കൂബ് അൽ മൗത്ത, യാക്കൂബ് അലൈഹി ഇസ്ലാം മരണത്തെ പ്രതീക്ഷിങ്ങനെ കിടക്കുന്ന സമയത്ത് ഇത് കാലി ബനീഹി, മക്കളെ വിളിച്ചുകൊണ്ട് ചോദിച്ചു, എന്ത്? മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക? അപ്പോൾ അവർ പറഞ്ഞു, കാലു നഅബുദു, ഞങ്ങൾ ഇബാദത്ത് ചെയ്യും, ഇലാഹക്ക, നിന്റെ ഇലാഹിനെ, വ ഇലാഹ ആബായിക്ക, നിന്റെ പിതാവായ മറ്റേ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ, വ ഇസ്മായില വ ഇസ്ഹാക്ക, അപ്പൊ നിങ്ങളുടെ പിതാവായിട്ടുള്ള ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനും ഇസ്മായിലിനും ഇസ്ഹാക്കിൻ്റെ അവരൊക്കെ ഇലാഹൻ വാഹിദ, ഏക ഇലാഹിനെ, വ നഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങളാരാണ്? ഞങ്ങളാരാ? അതാരാ പറഞ്ഞത്? അതാരാ പറഞ്ഞത്? ബനി ഇസ്രായേൽ, അതായത് യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പറഞ്ഞതാണ്. യാക്കൂബ് അലൈഹി ഇസ്ലാം മരണശയ്യയിൽ മക്കളോട് ചോദിച്ചു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ നിങ്ങൾ ചെയ്യാൻ പോണത്? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരും ഒക്കെ ചെയ്ത പോലെ ഞങ്ങളും ആ ഏകന ഇലാഹിനെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പം അവരും മുസ്ലിങ്ങളായിരുന്നു. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കുലത്തിലെ ഭാഗം വന്ന അവരും മുസ്ലിം. അപ്പം രണ്ട് മുസ്ലിങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, റസൂലുള്ള വരുന്ന സമയത്ത് രണ്ട് മുസ്ലിങ്ങളുണ്ട്. റസൂൽ മുസ്ലിമാണ്, ഇപ്പുറത്ത് ബനി ഇസ്രായേൽ മുസ്ലിമാണ്. പക്ഷെ എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയോ? അവസ്ഥ എന്താണെന്നുള്ളത്? അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏകദേശം 600 കൊല്ലമായി അവിടെ ഒരു പ്രവാചകൻ വന്നിട്ട് ബനി ഇസ്രായേലിൽ, ഈസാലിന് ശേഷം ആരും വന്നിട്ടില്ല. അവർ ഒരു പ്രവാചകന്റെ വരവും കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ഫോർ എ പ്രോഫിറ്റ്. വന്നിട്ടില്ല. അപ്പൊ അവരുടെ ധാരണ എന്താ? ഇത്രയും കാലം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ ഭാഗത്ത് ഒരൊറ്റ പ്രവാചകൻ ഉണ്ടായിട്ടില്ല, ഒരൊറ്റ പ്രവാചകൻ വന്നിട്ടില്ല. അപ്പൊ അവർ വിചാരിച്ചു എല്ലാ പ്രവാചകരും ഇത്രയും കാലം വന്നതുപോലെ ഇവിടെ തന്നെ വരിക എന്ന് അവർ വിചാരിച്ചു, ഇവിടെ ബനി ഇസ്രായേലിൽ. അതുകൊണ്ടാണ് ബനി ഇസ്രായേലിൽ ഒരു പ്രവാചകനെ കാത്തിരിക്കുന്നത്. രണ്ടു കൂട്ടം പ്രവാചകനെ കാത്തിക്കുന്നുണ്ട്. അറബികളും ഈ പറയുന്ന ബനി ഇസ്രായേൽ തമ്മിൽ എപ്പോഴും അടി ഉണ്ടാവാറുണ്ട്, യുദ്ധം ഉണ്ടാവാറുണ്ട്. ഈ യുദ്ധത്തിനിടയിലൊക്കെ അവർ പറഞ്ഞ വർത്താനം എന്താ പറഞ്ഞറിയോ? അതായത് ഈ മറ്റേ ബനു ഇസ്രായേലുകാര്, ജൂതന്മാര്, അവർക്ക് ഒരുപാട് പ്രവാചകത്വം വന്നിട്ടുണ്ട്. അവരൊക്കെ അവരെ തന്നെ അവരെ കുറിച്ചിട്ട് തന്നെ വളരെ ഒരു ഉയർന്ന ഒരു കുലമായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. ദേ കൺസിഡർ ദംസെൽഫ് അങ്ങനത്തെ ഒരു ആളുകളായിട്ടായിരുന്നു, ഒരു ഉയർന്ന ജാതിക്കാര്. അതുകൊണ്ടല്ല അറബികൾ അവരിങ്ങനെ ഒരു ഒന്നിനും പറ്റാത്ത ആളുകളെ രൂപത്തിൽ ഇങ്ങനെ മാറ്റിയത്. അപ്പോൾ ഈ അറബികൾ പറയുമായിരുന്നു അവരോട്, ജസ്റ്റ് വെയിറ്റ്, നീ ഒന്ന് കാത്ത് കിട്ടുക, എനിക്ക് നിങ്ങൾക്ക് തരാം, ഞങ്ങളുടെ പ്രവാചകൻ വരാണ്ട് വരട്ടെ, ആ പ്രവാചകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരണ്ട് എന്ന രൂപത്തിലൊക്കെ ഇവരെന്ത് ചെയ്യാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തും. അപ്പോൾ സി, ബോത്ത് പീപ്പിൾ ആർ വെയിറ്റിംഗ് ഫോർ എ പ്രോഫിറ്റ്. അതുകൊണ്ടാണ് ഈ മറ്റേ എന്താണ് നൗഫൽ ബിൻ വർക്ക എന്ന പോലത്തെ പണ്ഡിതന്മാരൊക്കെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ വിശ്വസിക്കാൻ കാരണം. അറിയാമായിരുന്നു ഈ പ്രവാചക ലക്ഷണങ്ങളൊക്കെ അവർക്ക് അറിയാമായിരുന്നു. ഡു യു നോ ദാറ്റ് ഈ മറ്റേ ജൂതന്മാരുള്ളത് മദീനയല്ല. പക്ഷെ മക്കത്ത് നിന്ന് ഹിജ്റ പോകുന്നേക്കാൾ മുമ്പ് തന്നെ മദീനയിലുള്ള ബനു ഇസ്രായേൽക്കാർക്ക് മനസ്സിലായിരുന്നു ഈ വന്നിട്ടുള്ള പ്രവാചകൻ സത്യപ്രവാചകൻ എന്നുള്ളത്. ഡു യു നോ ഹൗ? അവർക്ക് അറിയാമായിരുന്നു റസൂലുള്ള അടയാളം എങ്ങനെയാന്നുള്ളതാണ്. അടയാളങ്ങൾ കേട്ടില്ല? അവരെ പ്രൊഫറ്റിനെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അതെ, പക്ഷെ ഈ വന്ന പ്രവാചകൻ തന്നെയാണ് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ എന്ന് അവർക്ക് എങ്ങനെ മനസ്സിലായി? അവർക്ക് മനസ്സിലാവായിട്ടില്ലട്ടാ, അവർക്ക് മനസ്സിലായി, പക്ഷെ അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. അതായത് രസം, ദേ ഡിഡ് വോണ്ട് ടു അക്സെപ്റ്റ് ദാറ്റ്. അവരെ വിഷയം അല്ലാതെ അവർക്ക് അറിയായിട്ടല്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ റസൂലിനെ കുറിച്ച് അവർക്ക് അറിയാറ്റാന്നുള്ളത്? അല്ലല്ല, അവർക്ക് ഉറപ്പായിരുന്നു ഇതന്നെ പ്രവാചകൻ എന്ന്. പക്ഷെ അവർ ഈസാ അലൈഹി ഇസ്ലാം തള്ളിയതുപോലെ
പ്രവാചകൻ തള്ളിയെന്ന് മാത്രമാണ്. അപ്പൊ ഇത് അവർക്ക് ദേ ഗോട്ട് ദ വിൻഡ്. എങ്ങനെ കിട്ടിയെന്ന് അറിയും നിങ്ങൾക്ക്? മക്കത്ത് നിന്നുകൊണ്ട് ഏകദേശം 12ാമത്തെ വർഷമൊക്കെയല്ലേ ഏകദേശം നബുവത്തിന്റെ ആ സമയത്ത് മറ്റേ ഇസ്രാ മിറാജ് സംഭവിക്കുന്നത്. ഇസ്രാ മിറാജിനെ കുറിച്ചിട്ട് മദീനത്ത് കേട്ടവര് ഇങ്ങനെ ഈ പുതുവായി വന്ന പ്രവാചകൻ ഒരു പറക്കുന്ന കുതിരയുടെ മുകളിൽ മസ്ജിദുൽ അഖ്സയിലേക്ക് പോയിട്ട് വന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവർക്ക് ക്ലിക്കായിക്കണ്. കാരണം പറക്കുന്ന കുതിര എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ മാത്രമേ ഉള്ളൂ. ആരുടെ ഗ്രന്ഥത്തില്? ബനി ഇസ്രായേലിന്റെ ഗ്രന്ഥത്തില്. കാരണം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് യാത്ര ചെയ്യുന്ന ആര്? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം യാത്ര നടത്തിയൊക്കെ ബുറാക്കിന്റെ മുകളിലാണ്ടോ? മനസ്സിലായില്ലേ? ഇബ്രാഹിം അലൈഹി ഇസ്ലാം യാത്ര നടത്തിയൊക്കെ ബുറാക്കിന്റെ മുകളിലാണ്. ഈ പറഞ്ഞ ഇറാഖിൽ നിന്നും മറ്റേ സൗദിയിലേക്ക് വന്ന് പോയത്, അതായത് ഇതിലേക്ക് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലസ്തീനിലൊക്കെ യാത്ര നടത്തിയത് ബുറാക്കിന്റെ മുകളിലാണ്. അപ്പൊ ഈ ഒരു ബുറാക്കിനെ കുറിച്ചിട്ട് യഹൂദന്മാർക്ക് അറിയാമായിരുന്നു. അപ്പൊ ഇതേ ബുറാക്കിനെ കുറിച്ചിട്ട് വായിക്കാനും എഴുതാനും പോലും അറിയാത്ത ഒരു പ്രവാചകനിൽ ഒരു മനുഷ്യൻ വന്നത് ഇങ്ങനെ പറയുമ്പോൾ അതിന് ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങളൊക്കെ ഒരു കാലം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് എത്തും എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ആരെ ഗ്രന്ഥത്തിലുണ്ട്? ഇവരെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ ഇവരെ ഗ്രന്ഥത്തിൽ കിടക്കുന്ന സംഗതി ഒരിക്കലും റസൂലിനെ അറിയാനുള്ള ഒരു ചാൻസും ഇല്ല. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കണം ഈ പറഞ്ഞ കുതിര ഈ കുതിര തന്നെയാണെന്നുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരും സഞ്ചരിച്ചൊരു കുതിരയുടെ മുകളിലാണ് ആ പറയപ്പെടുന്ന ആളും സഞ്ചരിച്ചത്. അതുകൊണ്ട് അത് തന്നെയാണ് പ്രവാചകൻ എന്ന് ഇവർക്ക് അറിയാമായിരുന്നു. പക്ഷെ ഇവരത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നുള്ള മനസ്സിലാകുന്നുണ്ട. അത് മാത്രമല്ല റസൂലുള്ള വന്ന സമയത്ത് ചെയ്തിട്ടുള്ള എല്ലാ അനുഷ്ഠാനങ്ങളും ബനി ഇസ്രായേലിനോട് സാമ്യമുള്ളതാണ്. ഇവർ നോമ്പ് നോക്കിയിരുന്ന്, റസൂൽ നോമ്പ് നോക്കിയിരുന്ന് ഇല്ലേ? ഇവരുടെ ഖിബല എങ്ങോട്ടായിരുന്നു? ബനി ഇസ്രായേലിന്റെ ഖിബല എങ്ങോട്ടായിരുന്നു? ബൈത്തുൽ മുഖദ്ദസിലേക്ക് അല്ലേ? റസൂലുള്ളാഹിയുടെ ഖിബല എങ്ങോട്ടായിരുന്നു? അതും അങ്ങോട്ട് തന്നെയായിരുന്നു, ബൈത്തുൽ മുഖദ്ദസിലേക്കായിരുന്നു. പിന്നീടല്ലേ കാബയിലേക്ക് മാറ്റിയത്. അപ്പോ യു ലുക്ക് അറ്റ് ദിസ്. ഒരു പ്രവാചകൻ അവകാശപ്പെട്ടു വരുന്നു. ആ പ്രവാചകനാവട്ടെ നമ്മളെപ്പോലെ നോമ്പ് നോക്കുന്നു. ആ പ്രവാചകനാവട്ടെ നമ്മൾ ഏത് ഭാഗത്തേക്കാളും തിരിഞ്ഞ് നമസ്കരിക്കുന്നു ആ ഭാഗത്തേക്ക് നമസ്കരിക്കുന്നു. ഈ പ്രവാചകനാവട്ടെ നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നത്, അതായത് സുജൂദ് അവർ ചെയ്തിരുന്നു വേറെ കോലത്താന്തരം, അതുപോലത്തെ രൂപത്തിലാണ് ഈ പ്രവാചകൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഒരു സിമിലാരിറ്റി അവർക്ക് ക്ലിക്ക് ചെയ്തിക്കണ്. എന്ന് പറഞ്ഞാൽ ഇവരെ പോലെ തന്നെ ഈ പ്രവാചകൻ ആയി എന്ന വിഷയത്തിൽ ഇവർക്ക് സന്തോഷമുള്ളൂ. ദർ ഓക്കെ വിത്ത് ദാറ്റ്. കാരണം എന്താ? നമ്മളെ പറഞ്ഞ പ്രവാചകൻ വന്നിട്ടുള്ളത് അവർക്ക് അറിയായിരുന്നു. പക്ഷെ എപ്പോഴാണ് ടേണിംഗ് പോയിന്റ് വന്നു അറിയാം നമുക്ക്? അതായത് പിന്നീട് റസൂലുള്ളാഹിക്ക് ഖിബല മാറ്റം സംഭവിക്കുന്നുണ്ട്. അതാണ് നമ്മളുടെ മറ്റേ റമദാനായുള്ള ബന്ധം. അതായത് റമദാൻ മാസം വന്നതോട് കൂടിയിട്ട് ഖുർആൻ അവതരിപ്പിച്ച മാസമായതോട് പ്രഖ്യാപിച്ചോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന രണ്ട് കൂട്ടർ മുസ്ലിം ഉമ്മത്തായിരുന്നു. ഇതിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഉമ്മത്താരായിരുന്നു? യാ ബനി ഇസ്രായേൽ ഇദ്കുറൂ നിഅമതി അല്ലത്തി അൻഅംതു അലൈക്കും വഅന്നി ഫദ്ദൽതുകും അലൽ ആലമീൻ. ആ ഉയർന്ന സ്റ്റാറ്റസ് കൊടുത്തത് ആർക്കായിരുന്നു? ബനി ഇസ്രായേലിനായിരുന്നു. പക്ഷേ ബനി ഇസ്രായേലിന് കൊടുത്ത ആ സ്റ്റാറ്റസ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അത് പറിച്ചെടുത്തിട്ട് നേരെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന രംഗമുണ്ട്. ആ രംഗം എപ്പോഴാന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂറത്തുൽ ബഖറ പഠിച്ചു വന്നാലും ശരിക്കും കാണാൻ സാധിക്കും. അള്ളാഹു ആദ്യം എന്താ ചെയ്തത്? ചരിത്രം പഠിപ്പിക്കുന്നത്. ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ മറ്റേ ഇബ്രാഹിം അലൈഹി ബനി ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്, പിന്നെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് യാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹ് സ്റ്റാർട്ട് ചെയ്യണം. അതുവരെ യാ അയ്യുഹല്ലദീന ആമനു പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ വക സംഗതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് ഈ ഖിബല മാറ്റത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനമാണ് അള്ളാഹ് പറഞ്ഞത് കുന്തും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങളാണ് ഉത്തമ സമുദായം, തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ ഉമ്മത്തൻ വസത്തൻ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ഉമ്മത്തായിട്ട് നമുക്ക് ഒരു പുതിയ ഒരു ഐഡന്റിറ്റി, ഒരു ലേബിൾ മുസ്ലിം എന്നത് അള്ള തരിക. ആ തരുന്നേക്ക് മുമ്പ് അള്ള ഫസ്റ്റ് ചെയ്തപ്പോൾ എന്താ അറിയോ? ഖിബല മാറ്റി. ഇനി നിങ്ങൾ ഒരിക്കലും അവരെ പോലെ ആവേണ്ടതില്ല. നിങ്ങൾ അവരുമായിട്ട് ഒരു സാമ്യം വേണ്ട. കാരണം അവര് ഇതൊക്കെ ഉപേക്ഷിച്ച് പോയ ആളുകളാണ്. അതുകൊണ്ട് ഞാൻ അവരെ പോലത്തെ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് വേണ്ട. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുന്ന് എന്ത് ചെയ്ത് അവർ ഏത് ഭാഗത്തേക്കാളും നിന്ന് നമസ്കരിച്ചത് അതൊന്ന് മാറ്റി അല്ല മാറ്റി. എന്ത് അപ്പോൾ ചെയ്തപ്പെടുന്നുണ്ടായിരിക്കും
വമാ ജഅൽനൽ ഖിബ്ലത്തല്ലത്തി കുന്ത അലൈഹ, അതിന് മുമ്പത്തെ ആയത്ത്, സോറി, മറ്റേ മാ വല്ലാഹും അൻ ഖിബ്ലത്തിഹിം അല്ലത്തി കാനു അലൈഹ. ജൂതന്മാർ ചോദിച്ചാണ്, ഇതിപ്പോ എന്താ ഇവര് ഖിബ്ല മാറ്റിയെന്തേ? ഇവര് ഖിബല മാറ്റി, മുഹമ്മദ് നബി ഖിബല മാറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവർക്കത് പറ്റിയില്ല. കാരണം എന്താ അറിയോ? നമ്മൾ ഇത്രയും കാലം നിന്ന ഭാഗത്ത് അവരിപ്പോൾ എന്ത് പെട്ടെന്ന് മാറിയെന്തേ? വൈ ദേ ചേഞ്ച്ഡ്? അവരെ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. അവർ ചോദിക്കുകയാണ്, മവല്ലാഹും, എന്തിനിപ്പോൾ അവരും ഖിബല മാറ്റി? എന്തിന്? നേരത്തെ ഉണ്ടായി ഖിബല മാറ്റി ഇപ്പൊ ഇങ്ങോട്ടുന്നല്ലോ. അപ്പൊ അള്ളാഹ് പറയാണ്, വമാ ജഅൽനൽ ഖിബ്ലത അല്ലതി കുൻത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉർ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈ. ഈ പ്രവാചകനെ ആരൊക്കെയാണ് പിൻപറ്റുക എന്ന് അറിയാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിബ്ല മാറ്റിയത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം ഇതാണ് ഈ പ്രവാചകൻ എന്നുള്ളത്. ആൻഡ് യു ആർ ഓൾസോ ഹാപ്പി ദാറ്റ് ഈ പ്രവാചകൻ നിങ്ങളുടെ രൂപത്തിൽ തന്നെയാണ് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ഉള്ളുകൊണ്ട് സന്തോഷമുണ്ട്. ബിക്കോസ് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളിൽപ്പെട്ട ആളിനെ എന്നുള്ളത്. അത് പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. ഇനി അത് പുറത്തേക്ക് വരണമെങ്കിൽ എന്താണ്? നിങ്ങളിൽ പ്രകടമായ ഒരു സ്വഭാവം ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ ഖിബല മാറ്റി. ഇനി നിങ്ങൾ ഈ പ്രവാചകൻ പിൻപറ്റുന്നുണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലത്തെ വിശ്വാസത്തെ, ആ ഒരു യഖീനെ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇത് തന്നെയാണ് ഈ പ്രവാചകൻ എന്ന് ഉറപ്പിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചകന്റെ കൂടെ നിങ്ങൾ ഖിബല മാറ്റി. ഇതിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിബല മാറ്റി നടത്തിയത്. അവ പുതിയ ഖിബല കൊടുത്തു, എന്നിട്ടോ പുതിയ ഗ്രന്ഥം കൊടുത്തു. അതാണ് നമ്മളുടെ മുസ്ഹഫ്, വിശുദ്ധ ഖുർആൻ. പുതിയതായൊരു ഗ്രന്ഥം കൊടുത്തു, പുതിയൊരു പ്രവാചകൻ വന്നു. അപ്പൊ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ ഒരു ഐഡന്റിറ്റി മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് റമദാനോട് കൂടിയിട്ടാണ്. ഈ റമദാൻ നേർക്ക് നേരെ ബന്ധപ്പെട്ടെടുക്കുന്നത് ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ടാണ്. അപ്പോ റമദാൻ മാസം എന്ന് പറഞ്ഞത് എന്താണ്? ഉൻസില ഫീൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതാണ് റമദാൻ. ഖുർആൻ അവതരിപ്പിച്ച് ഷാബാനിലായിരുന്നെങ്കിൽ നിങ്ങൾ ഷാബാനിലെ നോമ്പ് നോക്കുക. ഖുർആൻ അവതരിച്ച് ദുൽഹിജ്ജിലായിരുന്നെങ്കിൽ നിങ്ങൾ ദുൽഹിജ്ജിലെ നോമ്പ് നോക്കുക, റമദാനിലാവൂല. അപ്പൊ റമദാൻ അതിന്റെ സവിശേഷത ലഭിക്കുന്നത് ഖുർആനിൽ നിന്നാണ്. അപ്പൊ റമദാൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റിയാണ്, നിങ്ങളുടെ പുതിയ ദസ്തൂറാണ്, നിങ്ങളുടെ പുതിയ ക്യാപിറ്റൽ ഏതാണ്? മക്കയാണ്. നിങ്ങളുടെ പുതിയ ഭരണഘടന ഏതാണ്? വിശുദ്ധ ഖുർആനാണ്. നിങ്ങളുടെ പുതിയ രാജ്യം എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ആ ഇസ്ലാം രാജ്യം പ്രഖ്യാപിക്കപ്പെട്ടത് ഖുർആന്റെ വരവോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് ഈ മാസം നിങ്ങൾ ആഘോഷിക്കണം. ഒരു ഗവൺമെന്റ്, ഒരു നാട് അതിൻ്റെ പൈതൃകം എല്ലാ മക്കളെയും പഠിപ്പിക്കും, ആ രാജ്യത്തിന്റെ പൗരന്മാരെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങളും ഞാനൊക്കെ ഇന്ത്യനെ കുറിച്ച് പഠിക്കുന്നതും മഹാത്മാഗാന്ധി ആരായിരുന്നു, ഭഗത് സിംഗ് ആരായിരുന്നു, അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു ആരായിരുന്നു, ഇവരൊക്കെ ആരായിരുന്നു, ബ്രിട്ടീഷുകാരെ മറ്റേ ചരിത്രത്തെ കുറിച്ചിട്ട്, മുഗളന്മാരെ കുറിച്ചിട്ട് ഇതൊക്കെ പഠിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ത്യക്കാർ എന്ന അർത്ഥത്തിൽ നമ്മളുടെ പൈതൃകം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൗ am I an ഇന്ത്യൻ? അപ്പൊ ആ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം കൊള്ളണം. ആ അഭിമാനം എനിക്ക് ഉണ്ടാവണമെങ്കിൽ എൻ്റെ വേരുകൾ അറിയണം. അതുകൊണ്ട് ആ വേരുകൾ പഠിപ്പിക്കലാണ് ഏതൊരു ഗവൺമെന്റും ആ രാജ്യത്തിന്റെ പണി പഠിപ്പിക്കലാണ് ആ സ്കൂളിൽ ചെയ്യുക. എന്നതുപോലെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞ ഒരു ഐഡന്റിറ്റി, ഒരു പുതിയ ഉമ്മത്ത് വന്നത് എങ്ങനെയാണ് എന്ന് അറിയൽ നിങ്ങളും ഞാനും നിർബന്ധ. അതുകൊണ്ടാണ് ആ വന്ന വഴിയെ കുറിച്ചിട്ട് സൂറത്തുൽ ബഖറ ആദ്യം പറഞ്ഞ പണിയതാ. സൂറത്തുൽ ബഖറ എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ മുത്തഖീൻ അല്ലേ? അപ്പൊ ഈ ഗ്രന്ഥം നിങ്ങൾക്ക് വഴികാട്ടിയാണ് എന്ന് പറഞ്ഞ് അത് തുടങ്ങിയത് പിന്നെ വഴി കാണിച്ചത് എങ്ങനെയാണ്? ചരിത്രം പറഞ്ഞുകൊണ്ടാ. ആദ്യം ആദം അലൈഹി സ്വലാം വെച്ച് പറഞ്ഞ്, പിന്നെ ബനി ഇസ്രായേൽ, അല്ലെങ്കിൽ ബനി ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ ആവശ്യമില്ല ഇവിടെ. ആ ബനി ഇസ്രായേലിനെ കുറിച്ച് ഏകദേശം 100ഓളം ആയത്തുകളാണ് വന്നിട്ടുള്ളത്. ഫുൾ ചരിത്രം, അവർ കാട്ടിക്കൂട്ടിയതും കാട്ടാത്തതും കാര്യങ്ങളും എല്ലാ സംഗതികളും എങ്ങനെയാണ് പ്രവാചകന്മാർ ഇടറാക്കിയതും എന്ന സംഗതിയൊക്കെ. എന്നിട്ടാണ് പിന്നെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത്. ആ സ്റ്റാർട്ടിങ് പോയിന്റ് അതാണ്. എന്നിട്ടാണ് പിന്നെ എന്ത് ചെയ്യണത്? സത്യവിശ്വാസികളെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങളാണ് ചോദിച്ചത് ഹിദായത്തിനെ. ആ ഹിദായത്തെ കിട്ടുമ്പോഴെങ്കിൽ ഈ ചരിത്രം പഠിച്ചോളി, നിങ്ങളുടെ പൈതൃകം മനസ്സിലാക്കിക്കോളി. നിങ്ങൾ മില്ലത്ത് അബീക്കും ഇബ്രാഹിമാണ്. അപ്പുറത്തെ സമൂഹം വേറെ ഉണ്ടായിരുന്നു മുസ്ലിം ആയിക്കൊണ്ട്, പക്ഷെ അവരിന്ന് ഞാൻ എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങളെ ഞാൻ ഖൈർ ഉമ്മത്താക്കിയിട്ടുണ്ട്. അത് ആ സംഭവമൊക്കെ നടന്നത് ഈ റമദാൻ മാസത്തിലാണ്.
അതുകൊണ്ട് ഈ റമദാൻ മാസം നിങ്ങൾ ആഘോഷിക്കണം. നമ്മളുടെ ഒരു ഇൻഡിപെൻഡൻസ് ഡേ, നമ്മൾ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കണ പോലെ നിങ്ങളത് ആഘോഷിക്കണം. പക്ഷെ നമുക്ക് ഒരു ഡേ അല്ല, ഒരു മാസം മൊത്തം ഉണ്ട് ആഘോഷിക്കാൻ. ഖുർആൻ അവതരിക്കപ്പെട്ടത് തന്നെ ലൈലത്തുൽ ഖദറിലാണ്. ആ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ രാവ് കെടുക്കുന്നത് റമദാൻ മാസത്തിലാണ്. അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചെയ്യണത്? നിങ്ങൾ എന്താ ചെയ്യണത്? അത് ആ കാരണം കൊണ്ട് ആഘോഷിക്കാം. നിങ്ങൾ ഈ മാസം ആഘോഷിക്കുകയാണ് അല്ലേ? നേരത്തെ ഒരു സംഗതി ഞാൻ പറഞ്ഞു പോയി. എന്തായിരുന്നു മുമ്പത്തെ സൗമ് എന്ന് പറഞ്ഞതിൽ എന്തുണ്ടായിരുന്നു? അറിയുന്ന വെറും ഭക്ഷണവും അന്നവും മാത്രമല്ല ഉപേക്ഷിച്ചിരുന്നത്, സംസാരവും ഉപേക്ഷിച്ചിരുന്നു. അത് അവരുടെ നിയമമായിരുന്നു. നമുക്ക് നോമ്പിന് നിയമമുണ്ടല്ലോ എന്നതുപോലെ അവർക്കും നോമ്പിന് നിയമം ഉണ്ടായിരുന്നു. ആ നോമ്പിന് നിയമം എന്തായിരുന്നു? അന്നവും പാനീയങ്ങളും ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, സംസാരവും ഉപേക്ഷിക്കണം. അത് തെളിവെന്താണത്? ഫകുലി വഷ്റബി, സൂറത്ത് മറിയം, ഫകുലി വഷ്റബി വഖർരി ഐന ഫഇമ്മ തറയിന്ന മിനൽ ബശരി അഹദൻ ഫഖൂലി ഇന്നി നദറതു ലിർറഹ്മാനി സൗമൻ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. ഞാൻ ഒരാളോട് സംസാരിക്കൂല, കാരണം എന്താ? ഞാൻ നോമ്പിലാ. അപ്പൊ അവരുടെ നോമ്പിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സംസാരം പോലും ഉണ്ടായിരുന്നില്ല. ആ സംസാരത്തെ സംഗതി അല്ലാതെ മാറ്റി നമുക്ക് സംസാരിക്കാനുള്ള അറിവ് തന്നിട്ടുണ്ട്. അത് നമ്മുടെ നോമ്പിന്റെ നിയമത്തിന്റെ ഭാഗമല്ല, പക്ഷെ അവർക്ക് നോമ്പിന്റെ നിയമത്തിന്റെ ഭാഗമായിട്ട് ഇതും ഉണ്ടായിരുന്നു. അവിടെയാണ് സൗമ് എന്ന് എന്ത് ചെയ്തിട്ടുള്ളത്? ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ നോമ്പിന് സിയാം എന്നാ ഉപയോഗിച്ചിട്ടുള്ളത്. ഏകദേശം മനസ്സിലായാം ഈ ബനി ഇസ്രായേലിലെ കണക്ഷൻ എന്നുള്ളത്, ഈ നോമ്പ് എങ്ങനെ വന്നുള്ളത്. അപ്പോൾ നോമ്പ് എന്നുള്ളത് നമ്മൾ വാസ്തവത്തിൽ നമ്മളെന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് അറിയാം നിങ്ങൾക്ക്? വലിയ തുക്കബ്ബിർ അല്ലാഹ് അലാമ ഹദാക്കും. നമുക്ക് ഹിദായത്തിന് വേണ്ടി ഖുർആൻ അവതരിപ്പിച്ച് തന്നതിന് അതിന് നന്ദി സൂചകമായി കൊണ്ടാണ് നമ്മൾ നോമ്പ് നോക്കുന്നത്. തുക്കബ്ബിർ അല്ലാഹു അലാമ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. ഈ ഖുർആൻ അവതരിപ്പിച്ച് കിട്ടിയതിനുള്ള നന്ദിയാണ് നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്നത്. ആ നന്ദി കാണിക്കുന്നത് ഇബാദത്തായിട്ടാണ്. ആ ഇബാദത്താണ് നമ്മളെ നോമ്പ്. അപ്പോൾ ദ പേർപ്പസ് ഓഫ് ഫാസ്റ്റിംഗ് ഈസ് ഡിഫറെൻറ്റ്. അതെന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാനാണ് നോമ്പ്. മനസ്സിലായില്ലേ? നോമ്പ് പ്യൂർലി നിങ്ങളെ മുത്തഖിയാക്കാനാണ്. എന്താ കാരണം അറിയോ? കാരണം നിങ്ങൾ ചോദിച്ച ഹിദായത്ത് ഉണ്ടല്ലോ, ആ ഹിദായത്ത് കിട്ടണമെങ്കിൽ നിങ്ങൾ മുത്തഖിയാക്കണം. എന്താണ്? ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് മാത്രമേ ഹിദായത്ത് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ മുത്തഖി ആവണമെങ്കിൽ എന്ത് വേണം? ലഅല്ലക്കും തത്തഖൂൻ ആവണമെങ്കിൽ എന്ത് വേണം? നോമ്പ് നോക്കണം. കണക്ഷൻ മനസ്സിലായപ്പോ? യുഗത്തെ കണക്ഷൻ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഗതികൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ വിഷയം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞു പോയെന്ന് മാത്രം. അപ്പോൾ നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഇനിയെങ്കിലും ആ ഒരു വ്യക്തിത്വത്തെ കുറിച്ച് നമ്മൾ ഖുറാനിൽ വായിക്കേണ്ടി വരുമ്പോൾ നമ്മൾ എന്താകാൻ പാടില്ല, ബേജാറാവണ്ട. ഓക്കെ, അത് മറ്റേ നമ്മളുടെ ഒരു പൈതൃകത്തിൻ്റെ ഒരു പിതാവ് കൂടിയാണത് കേട്ടാ. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. വൈനോം എന്നാലിമൻ മുസ്തഫീന അൽ അഖിയാർ, നിശ്ചയം നമ്മുടെ അടുക്കൽ അവർ തിരഞ്ഞെടുക്കപ്പെട്ട പുണ്യ ആത്മാക്കളുടെ ഗണത്തിലെത്രേ. ഇത് കാണാൻ സാധിക്കും ഖുറാനിൽ. ഓക്കെ, അതേപോലെ തന്നെ അടുത്ത വിഷയം നമുക്ക് സംസാരിക്കാനുള്ളത് ഇൻഷാ അല്ലാഹ്, ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലുൻ ഉലായിക കാന അൻഹു മസ്ഊല. അതായത് ഖുർആന് ഹൃദയത്തിന് വേണ്ടി ഉപയോഗിച്ച 2 പദങ്ങളാണ് ഫുആദും ഖൽബും. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് സംസാരിക്കാം കേട്ടാ. റമദാൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് അല്പം എടുത്തത്, കാരണം നമുക്ക് പോർഷൻസ് തീർക്കുകയും ചെയ്യാം, പിന്നെ അധികം നമുക്ക് ടൈമും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത് കേട്ടാ. അപ്പോൾ അങ്ങക്ക് ആർക്കും വിരോധമില്ലാന്ന് വിചാരിക്കുന്നു. ഇബ്രാഹിം നബി സക്കാത്ത് ആയിട്ട് എങ്ങനെയാ കണക്ട് ചെയ്ത് അതും കൂടി എന്ന് പറയും. സക്കാത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാം കണ്ടിട്ട് പറഞ്ഞാൽ ഖുർആനിൽ കാണാൻ സാധിക്കും. ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ കുടുംബത്തോട് കാന യഅ്മുറു അഹ്ലഹു ബിസ്വലാത്തി വൽ സക്കാത്തി, സക്കാത്തിനെ കുറിച്ച്, അതായത് നമസ്കാരം നിലനിർത്താനും സക്കാത്ത് നൽകാനും വേണ്ടി ഇസ്മായിൽ അലൈഹി ഇസ്ലാം തൻ്റെ കുടുംബത്തോട് യഅ്മുറു കൽപ്പിക്കുമായിരുന്നു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന് എവിടുന്ന സക്കാത്ത് കിട്ടുക? ആരാ പഠിപ്പിച്ചിട്ടുണ്ടാവുക? ഇബ്രാഹിം അലൈഹി ഇസ്ലാം. അതാണ് കിട്ടുന്നത്. അങ്ങനെയാണ് അത് അങ്ങോട്ട് കണക്ട് ആവണം കേട്ടോ. അപ്പോൾ 5 ഇസ്ലാം കാര്യങ്ങൾ നേർക്ക് നേരെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ സാന്ദർഭികമായിട്ട് ഞാൻ സത്യത്തിൽ ഇത് പറയാൻ ഉദ്ദേശമല്ല, പക്ഷേ
ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ നോക്കിയപ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ കാര്യങ്ങൾ ഒന്നുകൂടി എക്സ്ട്രാ പറയാച്ചിട്ട് പറഞ്ഞതാണ്, നിങ്ങൾക്ക് അത് ഉപകാരമാവട്ടെ വെച്ചിട്ട്. അപ്പോൾ ഇൻഷാല്ല നമുക്ക് ഇന്നത്തേക്ക് അവസാനിക്കാം അല്ലേ. അപ്പോൾ അടുത്ത ആഴ്ച ഇൻഷാല്ല നമുക്ക് ഈ പറയുന്ന ഫുആദ് എന്താണ്, അതുപോലെ മറ്റെന്താണ് ഈ മറ്റേ ഖൽബ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.